വീണ്ടും പാടി ആരാധിക്കുവാൻ, ജീവനുള്ള ദൈവത്തെ പാടി ആരാധിക്കുവാൻ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു എന്നുള്ളത് എത്രയോ ശ്രേഷ്ഠകരമായ ഒരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നും ജീവനില്ലാത്തതിനെ മനുഷ്യൻ ചുമന്നുകൊണ്ട് നടക്കുമ്പോൾ, ജീവനില്ലാത്തതിന് മുമ്പിൽ വീണ് കിടന്ന് അവരുടെ സങ്കടങ്ങളും വേദനകളും പറയുമ്പോൾ, കാതില്ലാത്ത, കണ്ണില്ലാത്ത, ചലിക്കാത്ത, ദൈവമല്ലാത്തത് മനുഷ്യൻ്റെ മീതെ ആധിപത്യം നടത്തുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, വാസ്തവമായും ജീവനുള്ള ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു എന്നുള്ളത് എത്രയോ എത്രയോ അനുഗ്രഹീകരമായ ഒരു നല്ല ഭാഗ്യകരമായ ഒരു അവസ്ഥയാണ്. കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തു എന്നുള്ള ആ ഒരു തിരിച്ചറിവ്. ഹല്ലേലൂയ. നമുക്ക് വീണ്ടും നമ്മൾ ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. പുകഴ്ത്തിയിടാം യേശുവിനെ, ക്രൂശിലെ ജയാളിയെ, സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. ഹല്ലേലൂയ. സ്തുതിക്ക് യോഗ്യൻ ഒരേ ഒരുവൻ മാത്രം. ഹല്ലേലൂയ. നമ്മുടെ ചുറ്റുപാടും മുമ്പും പിൻപും താമസിക്കുന്ന, ഇടവും വലവും നടക്കുന്നവർ, ഓഫീസിൽ ജോലി ചെയ്യുന്നവർ, ഹല്ലേലൂയ, എന്തിനും നമ്മുടെ കൂടപ്പിറപ്പുകൾ പോലും അനേകരും ഈ സത്യദൈവത്തെ തിരിച്ചറിയാതെ ആയിരിക്കുമ്പോൾ, ഈ നല്ല ദൈവത്തെ ഹല്ലേലൂയ സ്തുതിക്കുവാൻ ഈ പ്രഭാതത്തിൽ അല്ലെങ്കിൽ ഈ സായങ്കാലം ഭാഗ്യം ലഭിച്ച ദൈവജനമേ, നമുക്ക് ഒരുമിച്ച് പാടി ആരാധിക്കാം. നമ്മൾ ആരാധിക്കുന്നത് ജീവനില്ലാത്തതിന് മുമ്പിലല്ല. നമ്മൾ ആരാധിക്കുന്നത് ഇന്നലെ എവിടെയോ എങ്ങോ മറഞ്ഞുപോയ ഒന്നിൻ്റെ മുമ്പിലല്ല. നമ്മൾ ആരാധിക്കുന്നത് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ കർത്താവായ യേശു ക്രിസ്തുവിനെ അത്രേ. ഹല്ലേലൂയ. നമുക്ക് ആവേശത്തോടെ പാടി ആരാധിക്കുവാൻ ദൈവം നമുക്ക് അനേകം വകകളെ തന്നിട്ടുണ്ടല്ലോ. ദൈവം നമുക്ക് വകകളെ തന്നിട്ടുണ്ടല്ലോ. ദൈവം നമുക്ക് അനേക അനുഭവങ്ങളെ തന്നിട്ടുണ്ടല്ലോ. അതെല്ലാം ഓർത്തുകൊണ്ട് തന്നത് വലിയത്, തരാനിരിക്കുന്നത് അതിനേക്കാൾ വലിയത്. ഹല്ലേലൂയ. നന്ദിയോടെ നമ്മുടെ കർത്താവിനെ പാടി മഹത്വപ്പെടുത്താം. പുകഴ്ത്തിയിടാം യേശുവിനെ, ക്രൂശിലെ ജയാളിയെ. പുകഴ്ത്തിയിടാം യേശുവിനെ, ക്രൂശിലെ ജയാളിയെ, സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. പുകഴ്ത്തിയിടാം യേശുവിനെ, ക്രൂശിലെ ജയാളിയെ, സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. പുകഴ്ത്തിയിടാം യേശുവിനെ, ക്രൂശിലെ ജയാളിയെ, സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ, വണങ്ങിയിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. യേശു ക്രിസ്തുവിനെ, അധികാരമുള്ളവനെ, വണങ്ങിയിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം, ആരാധിക്കാം യേശു ക്രിസ്തുവിനെ, അധികാരമുള്ളവനെ, വണങ്ങിയിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. വിശ്വസിക്കാം യേശുവിനെ, ഏകരക്ഷകനെ, ഏറ്റുപറയാം യേശുവിനെ, കർത്താതി കർത്താവിനെ. വിശ്വസിക്കാം യേശുവിനെ, ഏകരക്ഷകനെ, ഏറ്റുപറയാം യേശുവിനെ, കർത്താതി കർത്താവിനെ. വിശ്വസിക്കാം യേശുവിനെ, വിശ്വസിക്കാം യേശുവിനെ, ഏകരക്ഷകനെ, ഏറ്റുപറയാം യേശുവിനെ, കർത്താതി കർത്താവിനെ.
യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ആരാധിക്കാം ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ സ്നേഹിച്ചിടാം യേശുവിനെ ഏറ്റവും പ്രിയനായോനെ സേവിച്ചിടാം യേശുവിനെ ഇന്നുമെന്നും അനന്യനെ സ്നേഹിച്ചിടാം യേശുവിനെ ഏറ്റവും പ്രിയനായോനെ സേവിച്ചിടാം യേശുവിനെ ഇന്നുമെന്നും അനന്യനെ സ്നേഹിച്ചിടാം യേശുവിനെ ഏറ്റവും പ്രിയനായോനെ സ്നേഹിച്ചിടാം യേശുവിനെ ഇന്നുമെന്നും അനന്യനെ ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ നാം ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ഘോഷിച്ചിടാം യേശുവിനെ സത്യസുവിശേഷത്തെ നോക്കി പാർക്കാം യേശുവിനെ വീണ്ടും വരുന്നവരെ ഘോഷിച്ചിടാം യേശുവിനെ സത്യസുവിശേഷത്തെ നോക്കി പാർക്കാം യേശുവിനെ വീണ്ടും വരുന്നവനെ വീണ്ടും വരുന്നവർ കർത്താവ് ഘോഷിച്ചിടാം യേശുവിനെ സത്യസുവിശേഷത്തെ നോക്കി പാർക്കാം യേശുവിനെ വീണ്ടും വരുന്നവനെ നാം ആരാധിക്കാം ഒരുമിച്ച് ചേർന്ന് ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ആരാധിക്കാം യേശു ക്രിസ്തുവിനെ
യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ യേശു, ആരിലും ഉന്നതനെ, ആരിലും ഉന്നതനെ. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ തുടർന്ന് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു ഓൾ. താങ്ക് യു. Thank you so much, Samson. A great worship, a miraculous worship we experienced this evening. Thank you. Nancy, would you please? Yeah. Thank you, Sonny Joseph. Sister Sunny, would you please? പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. വീണ്ടും ഈ മീറ്റിംഗിൽ കടന്നു വരുവാൻ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകി തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. ഈ മീറ്റിംഗിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദാസിമാർക്കും ക്രിസ്തുയേശുവിന്റെ നിസ്തുലമായ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. നമ്മളെ ഓരോ ദിവസവും ദൈവം നടത്തുന്ന ദൈവത്തിന്റെ വിശ്വസ്തത എത്ര ഹല്ലേലൂയ വർണ്ണിച്ചാലും തീരത്തില്ല. ഹല്ലേലൂയ. ദൈവം ചെയ്യുന്ന സകല ഉപകാരങ്ങൾക്കും കർത്താവിന് മഹത്വം കൊടുക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇന്ന് ടെസ്റ്റ് മണി ഷെയർ ചെയ്യുവാൻ ഈ മീറ്റിംഗിൽ കടന്നു വന്നിരിക്കുന്നത് ഹൈദരാബാദിൽ നിന്ന് സിസ്റ്റർ സിലിങ്ഷിയാണ്. താൻ 14 വർഷമായി ഹൈദരാബാദിലായിരിക്കുന്നു. സിസ്റ്റർ ഒരു ഹിന്ദു ഫാമിലി ജനിച്ചു. എന്നാൽ ദൈവത്തിന്റെ വലിയ കരുണയാല് 13 വർഷമായി ഈ സത്യ ദൈവത്തെ അറിയുവാനും ഈ വിശ്വാസത്തിലായിരിക്കാനും ദൈവം കൊടുത്ത ഭാഗ്യത്തിനായി സ്തോത്രം. തന്റെ ഹസ്ബൻഡ് 2013 കിഡ്നി ഫെയിലിയർ ആയത് മൂലം മസ്കറ്റിൽ നിന്ന് ഇന്ത്യയിൽ കടന്നു വരുകയും ആ സമയത്താണ് ഈ സത്യ ദൈവത്തെ അറിയുവാനും ഈ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനും കഴിഞ്ഞത്. സിസ്റ്ററിന്റെ ഹസ്ബൻഡ് അതിന് കിഡ്നി ഫെയിലിയർ ആയതിനു ശേഷം 1 വർഷം ഡയാലിസിസിലൂടെ കടന്നുപോയി. അതിനുശേഷം താൻ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തു. പക്ഷേ കിഡ്നി 15 വർഷത്തിന് ശേഷം വീണ്ടും ആ കിഡ്നി ഫെയിലിയർ ആയി വീണ്ടും താൻ ഡയാലിസിസിലൂടെ കടന്നുപോയി. എന്നാൽ 2021 കോവിഡ് പോസിറ്റീവ് ആയത് മുഖാന്തരം താൻ വളരെ ക്രിറ്റിക്കൽ സ്റ്റേജിൽ കടന്നു പോകുകയും അത് മുഖാന്തരം താൻ നിത്യതയിൽ ഹല്ലേലൂയ വിശ്രമിപ്പാനിടയായി. കർത്താവിന്റെ ദാസിക്ക് 2 കുഞ്ഞുങ്ങളാണ്. താൻ വളരെ ബുദ്ധിമുട്ടിലൂടെയാണ് ആ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. കർത്താവിന്റെ ദാസി ഹൈദരാബാദിലുള്ള റിവൈവൽ സെന്റർ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിന്റെ മെമ്പറാണ്. ആ ചർച്ചിന്റെ സപ്പോർട്ട് മൂലമാണ് താൻ കഴിഞ്ഞുകൂടുന്നത്. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയോടെ ആയിരിക്കാൻ പ്രത്യേകം നമുക്ക് ആ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ഇന്നത്തെ ഈ സാക്ഷ്യം ഹല്ലേലൂയ തിരുനാമത്തിന്റെ മഹത്വത്തിനും അനേകരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതിനും കാരണമായി തീരുവാൻ ഇടയാക്കട്ടെ. ടെസ്റ്റ് മണി ഷെയർ ചെയ്യുന്നതിന് വേണ്ടി സിസ്റ്ററിനെ ഞാൻ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കെല്ലാം പ്രാർത്ഥനയോടെ ആയിരിക്കും. സ്തോത്രം. പ്രൈസ് ലോർഡ്. എനിക്ക് ഈ ഒരു മീറ്റിംഗ് പങ്കെടുക്കുവാൻ സാധിക്കാൻ ഒരു അവസരം തന്നതിനെ ഓർത്ത് ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുകയാണ്. എന്റെ പേര് സീലിംഗ്ഷി. ഞാനിപ്പോൾ ഹൈദരാബാദിലാണ് ഉള്ളത്. എനിക്ക് 2 കുഞ്ഞുങ്ങളാണുള്ളത്. എന്റെ മകൾ അനശ്വര 18 ഇയേഴ്സ്, മകൻ ആരോൺ 8 ഇയേഴ്സ്. സോ ഞങ്ങൾ ബേസിക്കലി സിസ്റ്റർ പറഞ്ഞ പോലെ ഞാനൊരു ഹിന്ദു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്. സോ ആ സമയത്ത് എനിക്ക് ദൈവത്തെ അറിയുന്നതിന് മുമ്പുള്ള കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം വളരെ ചെറുപ്പത്തിൽ മുതൽ തന്നെ വളരെ ഒരു ഹിന്ദു വിശ്വാസിയായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും വളരെ കൃത്യമായിട്ട് പൂജകൾ ചെയ്ത് എന്റെ മാതാപിതാക്കൾ എന്ത് പറഞ്ഞു തരുന്നോ അതാണ് കറക്റ്റ് എന്ന് മനസ്സിലാക്കി ഞാൻ അതിൽ കൂടി മാത്രം ഏറ്റവും നല്ല രീതിയിൽ ഫോളോ ചെയ്ത് വന്ന ഒരു വ്യക്തിയായിരുന്നു. വളരെ കൊച്ചിലെ മുതൽ തന്നെ ക്ഷേത്രങ്ങളിൽ പോവുകയും എന്താണോ അവിടുത്തെ ആചാരപ്രകാരം അതെല്ലാം ഫോളോ ചെയ്ത് വന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. സോ ആ സമയങ്ങളിലൊക്കെ യേശുവിനെ കുറിച്ച് പലരും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലും അന്ന് എല്ലാരും പറയും എല്ലാ ദൈവങ്ങളും ഒന്നാണല്ലോ. സോ അപ്പൊ ഞാൻ വിളിക്കുന്ന ദൈവവും ഒന്ന് തന്നെയാണല്ലോ, നമ്മൾ അവര് പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിച്ചാൽ മതി, നമുക്ക് വിടുതലുകളൊക്കെ കിട്ടും. പിന്നെയുള്ള എന്റെ ഒരു ഡൗട്ട് ഇത് മാത്രമായിരുന്നു, എന്തുകൊണ്ടാണ് ഈ ക്രിസ്ത്യാനികൾ പൂജ ചെയ്യാത്തത്? ഒരു പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം, ആരാധനയും പ്രാർത്ഥനയും മാത്രമേ ഞാൻ അവരിൽ കാണാറുള്ളൂ. ദൈവത്തിന് എന്തെങ്കിലും കൊടുക്കാതെ ദൈവം എന്തെങ്കിലും തരുമോ എന്നൊക്കെയുള്ള കുറെ ഡൗട്ട്സ് എനിക്ക് ഉണ്ടായിരുന്നു. എന്നാൽ പക്ഷെ എന്റെ വീട്ടില് ഇത്രത്തോളം ഞങ്ങളുടെ വീടുകളിലൊക്കെ വളരെ കൃത്യമായിട്ട് ഹിന്ദു ആചാരപ്രകാരം ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. എന്റെ അമ്മയും അച്ഛനും ഒക്കെ ആൾ ദൈവങ്ങളിലൊക്കെ ഭയങ്കര വിശ്വാസമായിരുന്നു. വളരെ ജ്യോതിഷന്മാർ പറയും
ഇന്ന പൂജ പോയി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മാറും. നിങ്ങളുടെ വീട്ടിൽ ഭയങ്കരമായിട്ടുള്ള സർപ്പദോഷമുണ്ട്. സർപ്പദോഷത്തിൽ കൂടിയാണ് നിങ്ങൾ വളർന്നു വന്നത്. നിങ്ങൾ വീട്ടിൽ ജനിക്കുന്ന എല്ലാവർക്കും ഓട്ടോമാറ്റിക്കലി ഒരു സർപ്പദോഷം വന്നു കഴിഞ്ഞു. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ ജനിച്ചുകൊണ്ട് തന്നെ ഞാൻ സർപ്പദോഷമുള്ള ഒരു സന്തതിയായിട്ട് മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ കൊച്ചിലേ മുതൽ എന്റെ ചെറുപ്പം മുതൽ തന്നെ കാണുന്നത് ഇങ്ങനെ പൂജകളും അങ്ങനെയുള്ള പല പല അതിലൊരു അഡിക്റ്റ് ആയിട്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളായിരുന്നു ഞാൻ. എന്നാൽ പക്ഷേ എന്റെ ഈ ഒരു വിവാഹ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങളുടെ വീട്ടിൽ വളരെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്റെ അച്ഛന് സ്ഥിരമായിട്ടൊരു ജോലിയില്ല. ഫിനാൻഷ്യലി വളരെയധികം ബുദ്ധിമുട്ടും പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകുമ്പോഴെല്ലാം എന്റെ അച്ഛന് എന്തെങ്കിലും ഒരു ജോലി കിട്ടി ഒരു ശമ്പളം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്റെ മമ്മി ഫസ്റ്റ് കൊണ്ടുപോയി കൊടുക്കുന്നത് പൂജ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ്. അപ്പം എന്റെ മമ്മി പറയുന്നത്, "ഇത് ഇങ്ങനെ പൂജ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ. നമുക്ക് ഓൾറെഡി ദോഷങ്ങളുള്ള വ്യക്തികളാണ്" എന്ന് പറയുമ്പോൾ ഞങ്ങളും എന്റെ മാതാപിതാക്കൾ പറയുന്ന അനുസരിച്ച് ഫോളോ ചെയ്ത് ജീവിച്ചു. എന്നാൽ അപ്പം ആ സമയത്തൊക്കെ എല്ലാവരും എന്നോട് പറയുമ്പോൾ നിന്റെ വിവാഹം കഴിയുമ്പോഴേക്കും നിനക്കൊരു നല്ലൊരു ജീവിതം കിട്ടും. നീ ഇതൊക്കെ ചെയ്യുന്ന ഇതിന്റെയൊക്കെ ഒരു ഫലം നല്ലൊരു ഫലം നിനക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഞങ്ങളുടെ ദുഃഖത്തിലൊക്കെ എല്ലാവരും പറയുമായിരുന്നു. എന്നാൽ എനിക്ക് എന്റെ വിവാഹമൊക്കെ കഴിയുമ്പോൾ എനിക്ക് വളരെ പ്രതീക്ഷയായിരുന്നു. എന്റെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുമല്ലോ ഇനി. അങ്ങനെ എന്റെ വിവാഹം തീരുമാനിച്ചു. അദ്ദേഹം ഒരു ഗൾഫുകാരനായതുകൊണ്ട് തന്നെ എല്ലാം പറഞ്ഞു, "നിനക്ക് ഇനി ഏറ്റവും നല്ലൊരു ഭാവിയാണ് വരാൻ പോകുന്നത്" എന്ന് പറഞ്ഞു. അപ്പോഴും ഞാനും വിശ്വസിച്ചു. ഓക്കെ, ഇത്രയും നാളും കൊണ്ട് എന്റെ ജീവിതം ഇങ്ങനെയായിരുന്നു. ഇനിയെങ്കിലും എനിക്ക് നല്ലൊരു ജീവിതം കിട്ടുമായിരിക്കും എന്ന് വിശ്വസിച്ചു. എന്റെ വിവാഹം കഴിഞ്ഞു. 2006 എന്റെ വിവാഹം കഴിഞ്ഞത്. എന്റെ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് തന്നെ എന്റെ വിവാഹം കഴിഞ്ഞു. അങ്ങനെ ഞാൻ വിവാഹ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വന്നെങ്കിലും ഞാൻ അത്ര മെച്യൂർ ആയിരുന്നില്ല. ഒരു സ്വന്തമായിട്ട് ഒരു ഡിസിഷൻ എടുക്കുവാനുള്ള ഒരു കഴിവൊന്നും ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു. എന്റെ മാതാപിതാക്കൾ പറയും അത് കേൾക്കും. എന്റെ ഹസ്ബൻഡും അവരുടെ വീട്ടിൽ അത് കേൾക്കും. അങ്ങനെ മാത്രം അവരെന്ത് പറയുന്നോ അതാണ് ശരി എന്ന് മാത്രം വിശ്വസിച്ച് ജീവിച്ചു വന്ന ഒരാളായിരുന്നു ഞാൻ. എന്നാൽ കൂടെ എന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നം, ഇതിലും അപ്പുറമായിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ കൂടി ഞാൻ കടന്നു പോകുവാനിടയായി. പ്രശ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല് സാമ്പത്തികമായിട്ടുള്ളത് തന്നെ എന്റെ വീട്ടുകാരും എന്റെ ഹസ്ബൻഡിന്റെ വീട്ടുകാരും തമ്മിൽ വളരെയധികം ക്ലാഷസ് ഉണ്ടാവാനിടയായി. പല പ്രശ്നങ്ങള് സാധാരണമായിട്ട് കടന്നു വരുന്ന പല കുടുംബ പ്രശ്നങ്ങൾ കൂടി ഞാൻ കടന്നുപോയി. അപ്പോഴൊക്കെ ഞാനിങ്ങനെ ആലോചിക്കും, ദൈവമേ, ഞാൻ ഇത്രയും നാള് വിളിച്ച ഒരു ദൈവങ്ങൾ എത്രത്തോളം ദൈവങ്ങളെ ഞാൻ വിളിച്ചു, എത്രത്തോളം പൂജകൾ ഞാൻ ചെയ്തു. ഇതൊന്നും എനിക്കൊരു ഗുണമായിരുന്നില്ലേ? ഇതൊന്നും എനിക്ക് എന്തുകൊണ്ട് എന്റെ ഈ ഒരു ജീവിതത്തിലെ പ്രശ്നങ്ങളെ മാറ്റാൻ ഇവർക്കൊന്നും ഒരു ശക്തിയില്ല? ഒരു ദൈവം എന്ന് പറയുന്ന ഒരു പവർ ആണല്ലോ. ആ പവർ എന്തിനേയും ഒരു മിറാക്കിൾ പോലെ മാറ്റുവാൻ കഴിയുന്ന ഒരു പവറാണ്. എന്തുകൊണ്ട് ഇവർക്കൊന്നും എന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നീക്കുവാൻ കഴിയില്ല? സോ അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഹസ്ബൻഡ് പെട്ടെന്ന് ഞാൻ വിവാഹം കഴിഞ്ഞ ഉടനെ ഞാൻ പ്രഗ്നന്റ് ആയ സമയത്ത് എന്റെ ഹസ്ബൻഡ് മസ്കറ്റിലേക്ക് വർക്ക് ചെയ്യാൻ തിരിച്ചുപോയ സമയത്ത് അദ്ദേഹം ഒരു ലെറ്റർ ഇങ്ങനെ അദ്ദേഹത്തിന്റെ പിതാവിന് എഴുതുന്നു. അവൾ പ്രഗ്നന്റ് ആണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവളെ ഉപേക്ഷിക്കാതിരിക്കുന്നത്. ഈ ലെറ്റർ വായിക്കുന്നത് ഞാനാണ്. അദ്ദേഹത്തിന്റെ പിതാവിനെ വായിച്ചു കേൾപ്പിക്കുക. ഇല്ലെങ്കിൽ ഞാൻ ഉപേക്ഷിച്ചേനെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ വളരെയധികം തകർന്നു പോയി. കാരണം വിവാഹത്തിന് മുമ്പുള്ള ഒരു ജീവിതം, ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് വന്ന് 21 വയസ്സിൽ എന്നെ കല്യാണം കഴിച്ചു വിട്ടു വന്ന ഒരാള് എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് ഒരു ആത്മാർത്ഥത എന്നോടില്ല എന്നൊക്കെ ഞാൻ വളരെയധികം ഡിപ്രഷനിലേക്ക് പോയി. അപ്പം ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ കേൾക്കുവാനും എനിക്കൊന്നും അഭിപ്രായം പറയാൻ അറിയാത്തത് കൊണ്ട് തന്നെ ആര് പറയുന്നോ അത് മാത്രം ഞാൻ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അവരുടെ മാതാപിതാക്കൾ ഞാൻ അങ്ങനെ ചെയ്യും, എന്റെ ഗൈഡിയുമേ ഇങ്ങനെ ചെയ്യും. എനിക്ക് സ്വന്തമായിട്ടൊരു ഡിസിഷൻ ഇല്ല, സ്വന്തമായിട്ട് റൈറ്റ് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. പലപ്പോഴും ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അറിയാം ഇത് തെറ്റാണ്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാനുള്ള ഒരു ധൈര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അവരൊക്കെ പറയുന്നതിൽ കൂടി ഇങ്ങനെ സഞ്ചരിച്ചു പോകുന്നു. ലാസ്റ്റില് ക്ലാഷസ് ഒക്കെ വളരെയധികം ഞങ്ങളുടെ തമ്മിലുള്ള ബന്ധത്തെ പോലും അത് ബാധിക്കത്തക്ക രീതിയിൽ എന്റെ വീട്ടുകാരുടെ അഭിപ്രായങ്ങൾ, അവരുടെ വീട്ടിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായി. ആ ഒരു സമയത്ത് എന്റെ കുഞ്ഞ് ജനിച്ച ഒരു സമയത്ത് പെട്ടെന്ന് ചില ഫിനാൻഷ്യൽ പ്രോബ്ലംസ് കാരണം എന്റെ ഹസ്ബൻഡിന്റെ വീട്ടുകാർക്ക് പെട്ടെന്ന് തന്നെ അവരുടെ വീടുകൾ ഉള്ള സ്ഥലങ്ങളൊക്കെ വിറ്റ് അതൊക്കെ ക്ലോസ് ചെയ്ത് അവർ ഹൈദരാബാദിലേക്ക് മാറേണ്ടി വന്നു. ആ സമയത്ത് ഞാൻ കേരളത്തിലെ എന്റെ മാതാപിതാക്കളുടെ കൂടെയായിരുന്നു. ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ കാരണം ഇദ്ദേഹത്തിന്റെ ഭവനത്തിലല്ല ഞാനിപ്പോൾ ജീവിക്കുന്നതോടെ തന്നെ അദ്ദേഹം എന്നോട് വളരെയധികം ഇങ്ങനെ ടോർച്ചർ ചെയ്യുവാൻ തുടങ്ങി. ലാസ്റ്റില് ഞാൻ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്താണ് പറയുന്നത് അതനുസരിച്ച് ഞാൻ ജീവിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ സെപ്പറേറ്റ് ഒരു വാടക വീടെടുത്ത് എന്നെ നിർത്തുവാനൊക്കെ ഇടയായി. ആ സമയത്ത് അദ്ദേഹം ഒരു ഡിമാൻഡ് വെച്ചു, നീ ഹൈദരാബാദിലേക്ക് കടന്നു വരണം, ഹൈദരാബാദിലേക്ക് കടന്നു വന്ന് നീ എന്റെ മാതാപിതാക്കളോട് ജീവിക്കണം. അപ്പോൾ എനിക്ക് ഭയമായി. കാരണം എന്റെ ഹസ്ബൻഡ് എന്നോടൊരു ആത്മാർത്ഥതയില്ല, എന്റെ വീട്ടുകാർ ഇതിനെതിരാണ്. ഞാൻ ഹൈദരാബാദിലേക്ക് കടന്നു പോയി കഴിഞ്ഞാൽ എനിക്കൊരു ജോലിയില്ല, ഞാൻ ഹൈദരാബാദിലേക്ക് കടന്നു ഞാൻ എങ്ങനെ ജീവിക്കും?
എനിക്ക് അങ്ങനെ എനിക്ക് ഒട്ടും എനിക്കങ്ങ് കേരളം വിട്ട് പുറത്തോട്ട് പോകുന്ന അവസ്ഥയെക്കുറിച്ച് എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. എങ്കിലും അദ്ദേഹം എന്നോട് പറഞ്ഞു, ലാസ്റ്റ് എന്നോട് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു, "നീ ഹൈദരാബാദിലേക്ക് വന്നെങ്കിൽ ഞാൻ നിന്നെ ഡൈവോഴ്സ് ചെയ്യും." അപ്പൊ ഞാൻ ആലോചിച്ചു, എന്റെ ജീവിതം എന്തായാലും ഇത്രയേ ഉള്ളൂ. എന്റെ കുഞ്ഞിന് ഒരു പിതാവിന്റെ സ്നേഹം കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതെല്ലാം ഉപേക്ഷിച്ച് ഹൈദരാബാദിൽ വന്നേ പറ്റൂ. അപ്പോഴത്തേക്കും അങ്ങനെയുള്ള ഒരുപാട് ഒരു ക്രിട്ടിക്കൽ പ്രശ്നങ്ങൾ കൂടി ഞാൻ കടന്നു. എനിക്ക് ഒരു പ്രതീക്ഷയുമില്ല എന്റെ ഹസ്ബൻഡ് എന്നെ നോക്കുമെന്നോ അല്ലെങ്കിൽ ആ വീട്ടുകാർ എന്നെ അക്സെപ്റ്റ് ചെയ്യുമെന്നോ എനിക്ക് ഒരു പ്രതീക്ഷയും ഇല്ലാത്ത ഒരു സിറ്റുവേഷനിൽ കൂടി ഞാൻ കടന്നു പോയിക്കൊണ്ടേയിരുന്നു. ആ സമയത്താണ് ഞാൻ ഇങ്ങനെ എന്റെ ഒരു ഹിന്ദു ഒരു സുഹൃത്തുണ്ട്, എനിക്ക് ഒരു കൂട്ടുകാരിയുണ്ട്. ആ സമയത്ത് ഞാനിങ്ങനെ കുറേ പ്രോബ്ലംസിൽ കൂടി കടന്നു പോകുമ്പോൾ ഞാൻ എന്താ ഈ പ്രോബ്ലംസ് കൂടുന്നതിനനുസരിച്ച് അമ്പലങ്ങളിൽ പോകും, ഞാൻ പൂജകൾ ചെയ്യും, ഞാൻ ചെയ്യാത്തതായിട്ടുള്ള ഒന്നുമില്ല. എനിക്ക് ഇതിൽ നിന്നൊക്കെ എനിക്ക് വേണ്ടത് എന്താ, എനിക്കൊരു മനസ്സമാധാനമോ വേണ്ടത്. അതിനുവേണ്ടി ഞാൻ എല്ലാം ചെയ്യാൻ തുടങ്ങി. ഒരു ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു ഹസ്ബൻഡിനെ എനിക്ക് വേണം, എന്റെ കുഞ്ഞിന്റെ കാര്യങ്ങളെ നോക്കുന്ന ഒരാളെ എനിക്ക് വേണം, ഞങ്ങൾക്ക് നല്ലൊരു കുടുംബം വേണം. ഇത് മാത്രമായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ അതൊന്നും കിട്ടില്ല. ഞാൻ ഇതൊക്കെ എന്റെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുമ്പോൾ ഒരു കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു, ചേച്ചി ഇത്രയും നാളും ചേച്ചി അറിയാവുന്ന അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിച്ചു. എങ്കിലും ചേച്ചിക്ക് അതിനുള്ള ഒരു സമാധാനം കിട്ടുന്നില്ലല്ലോ. ചേച്ചി ഇനി ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്. ആ ഒരു ഹിന്ദു കുട്ടി എന്നോട് പറഞ്ഞു തന്നു, ഇന്ന രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക ചേച്ചി. ഒരു ബുക്കിൽ ഇങ്ങനെ എഴുതി തന്നു, എങ്ങനെയാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രാർത്ഥിക്കേണ്ടത്, ദൈവത്തെ വിളിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പെട്ടെന്ന് എനിക്ക് എന്തോ കിട്ടിയത്. അന്നേരം എനിക്കറിയാം, എനിക്ക് ഈ ദൈവത്തെ വിളിക്കണം എന്ന് എന്റെ മനസ്സിന്റെ ഉള്ളിലുണ്ട്. പക്ഷെ എന്നെ ആരും അഡ്വൈസ് ചെയ്യുന്നില്ല, എന്നോട് ആരും ഇതൊന്നും പറഞ്ഞു തരാനില്ല. എങ്കിലും അന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തു ദൈവത്തെ വിളിക്കാൻ. മുട്ടുമേൽ ഇരുന്നു കൊണ്ട്, തലയിൽ തുണി ഇട്ടുകൊണ്ട്, ആ കൊച്ചു എഴുതി തന്ന ആ വരികൾ ഇങ്ങനെ ബുക്കിൽ നോക്കി വായിച്ച് ഞാൻ പ്രാർത്ഥിക്കുവാൻ സ്റ്റാർട്ട് ചെയ്തു. ആ സമയത്തായിരുന്നു ഈ ടിവിയിലൊക്കെ, സൂര്യ ടിവിയിലൊക്കെ സുവിശേഷത്തിന്റെ ഹാഫ് ആൻ അവർ മെസ്സേജസ് തരുവാൻ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഞാൻ എന്റെ ജോലികളൊക്കെ കഴിഞ്ഞ് വെളുപ്പിന് ഞാൻ ഇരിക്കും. ഒരു 6:30 to 7:30 ഞാൻ ഇരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഹെവൻ ബ്ലെസ്സിങ് ടുഡേ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ, ആ പ്രോഗ്രാം ഞാൻ കാണുവാനിടയായി. അപ്പൊ എന്നെ ഒത്തിരി അത് അട്രാക്ട് ചെയ്തൊരു പ്രോഗ്രാം ആയിരുന്നു. അതിൽ കൂടി അദ്ദേഹം പറയുന്ന ഓരോ വചനം, കാരണം എനിക്കതൊരു ബൈബിൾ ഇല്ല വായിക്കാനായിട്ട്. ആ സമയത്ത് എനിക്കൊരു ഡൗട്ട്, ഞാൻ ഇതൊക്കെ കാണുന്നുണ്ട്, ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന കുറച്ച് വരികൾ ഇതിൽ നിന്നൊക്കെ എനിക്ക് ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ, എനിക്ക് ഇതിൽ നിന്നൊരു വിടുതലുണ്ടോ, എനിക്ക് എങ്ങനെ അറിയാൻ പറ്റും? എന്നെ ഗൈഡ് ചെയ്യാൻ ഒരു ഫാദർ ഇല്ല, ഒരു പാസ്റ്റർ ഇല്ല, ആരുമില്ല. ഈ ഒരു കുട്ടി പറഞ്ഞിരിക്കുന്ന ഈ വരികൾ മാത്രം ഞാൻ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇതിൽ നിന്നൊരു വിടുതലുണ്ടോ, എനിക്ക് എന്തെങ്കിലും ദൈവം എന്നെ അറിയുന്നുണ്ടോ, ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ എന്നൊക്കെ ഒരു ഡൗട്ട് തോന്നി. ഒരു ദിവസം ഞാൻ ബ്ലെസ്സിങ് ടുഡേ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ അകത്തില് അദ്ദേഹം പറയുന്ന ഇതാണ്, നിങ്ങൾക്ക് ഇന്ന് ഡൗട്ട് ഇല്ലേ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവം കേൾക്കുന്നുണ്ടോ, നിങ്ങളുടെ ഭവനത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടോ എന്നൊക്കെയുള്ള ഡൗട്ട് നിങ്ങൾക്കില്ലേ? എന്നാൽ ഞാൻ അതിനുള്ള ഉത്തരമാണ് പറയാൻ പോകുന്നത്. കറക്റ്റ് എനിക്ക് ഏറ്റവും ഫസ്റ്റ് ഉള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. എന്റെ മനസ്സിലുള്ള ചിന്തകളെ അറിഞ്ഞ് ദൈവം എനിക്ക് ഉത്തരം തരുന്ന ഒരു ദിവസം. അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ അന്ന് വരെ ഞാൻ എന്റെ ഭവനത്തില് ഹിന്ദു ആചാരപ്രകാരം വിളക്ക് കത്തിക്കുമായിരുന്നു. എന്നിട്ടായിരുന്നു മാറിയിരുന്ന് പ്രാർത്ഥിക്കുന്നത്. ഇങ്ങനെ അന്ന് മുതൽ എല്ലാം ഞാൻ നിർത്തി. ടോട്ടലി എല്ലാം ഞാൻ നിർത്തിയിട്ട് എനിക്കൊരു റൈറ്റ് ഡിസിഷൻ എടുക്കാൻ സാധിക്കും. എന്റെ ഹസ്ബൻഡ് ഓൾറെഡി ഡിമാൻഡ് വെച്ചു, എനിക്ക് ഹൈദരാബാദിലേക്ക് പോകണം, നീ പോയേ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ഉപേക്ഷിക്കുമെന്ന്. എനിക്ക് റൈറ്റ് ഡിസിഷൻ എടുത്തേ പറ്റത്തുള്ളൂ, ദൈവം എനിക്കൊരു റൈറ്റ് ഡിസിഷൻ തന്നെ പറ്റത്തുള്ളൂ എന്ന് ഞാൻ മുട്ടുമേൽ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ സമയത്ത് അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു വരികയും പോകുവാനായിട്ട് തയ്യാറെടുക്കുകയും ചെയ്തു. ഞങ്ങൾ പോകുവാനായിട്ട് തീരുമാനിച്ചു. അന്ന് എനിക്കൊന്നുമില്ല. ആ സമയങ്ങളിലൊക്കെ എന്റെ ശരീരത്തിൽ ഈ അമ്പലത്തിൽ നിന്ന് പൂജിച്ചിരുന്ന ചരടൊക്കെ ഉണ്ട്. കാരണം ഞങ്ങളുടെയൊക്കെ വിശ്വാസം ഈ ചരടൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ ഭയത്തിൽ നിന്ന് വിടുതൽ കിട്ടും, ഞങ്ങളുടെ ഇഷ്യൂസിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് ഒരു വിടുതൽ കിട്ടുമായിരുന്നു. ആ സമയത്ത് എന്റെ ശരീരത്തിൽ ഞങ്ങളുടെ ചരടുകളൊക്കെ ഉണ്ട്. അപ്പൊ പെട്ടെന്ന് ഞാൻ പോയി ഒരു ബൈബിൾ മേടിച്ചു. ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചു ഹൈദരാബാദിലേക്ക് ഷിഫ്റ്റ് ആകുവാനായിട്ട്. അങ്ങനെ ട്രെയിനിൽ ഇരിക്കുന്ന സമയത്ത് എന്റെ ശരീരത്തിൽ നിന്ന് ഈ ചരടുകളെല്ലാം ഊരി ഞാൻ പൊതിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അതെല്ലാം എടുത്തെറിഞ്ഞിട്ട് ട്രെയിനിൽ കൂടി ഞാൻ പുറത്തോട്ട് കളഞ്ഞാൻ പറഞ്ഞു, ഇന്ന് മുതൽ എന്റെ ജീവിതത്തിൽ യേശുക്രിസ്തുവാണ് എന്നെ ഗൈഡ് ചെയ്യുന്നത്. ഇന്ന് മുതൽ ഈ ചരടുകളോ ഇതൊന്നുമല്ല എന്നെ ഗൈഡ് ചെയ്യുന്നത്, ഈ ഒരു ബൈബിളും യേശുക്രിസ്തുവുമാണ് എന്നെ ഗൈഡ് ചെയ്യുന്നത്. ഇത് ആർക്കും അറിയത്തില്ല. ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഹൈദരാബാദിൽ വന്നു. ഹൈദരാബാദിൽ വന്നെങ്കിൽ വളരെ സങ്കീർണമായിട്ടുള്ള പ്രോബ്ലംസുകൾ ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടേയിരുന്നു. കാരണം ഇവിടെ ഒരു സമാധാനമായ ഒരു അന്തരീക്ഷത്തിലുള്ള ഒരു ജീവിതമല്ല എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഓൾറെഡി ഞാനത് എക്സ്പെക്ട് ചെയ്തതായിരുന്നു. പക്ഷെ എന്റെ മകൾക്ക് ഒരു പിതാവിന്റെ സ്നേഹം കിട്ടണം. കാരണം എനിക്കിനി കൊടുക്കാൻ പറ്റുന്ന അത് മാത്രമേ ഉള്ളൂ. എനിക്ക് ഒരു പ്രതീക്ഷയുമില്ല എന്റെ ജീവിതത്തിൽ. എനിക്കത് മാത്രമല്ല, കാരണം എന്നെ സ്നേഹിക്കാൻ ആരുമില്ല. പക്ഷെ എന്റെ കുഞ്ഞിന് ആ ഒരു സ്നേഹം എന്റെ ചില സെൽഫിഷ് തീരുമാനങ്ങൾ കാരണം അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അങ്ങനെ ഇവിടെ വന്ന് ഞാൻ ഒരു
ഹൈദരാബാദിൽ വന്നിട്ട് ഒരു തെലുങ്ക് ചർച്ചിൽ പോകാനിടയായി. തെലുങ്ക് ചർച്ച് എന്ന് പറയുന്നത് എന്റെ ഒരു കാത്തലിക് ചർച്ച് ആയിരുന്നു അത്. എനിക്ക് അവിടെ പോയെങ്കിൽ എനിക്ക് തെലുങ്ക് അറിയത്തില്ല, എനിക്ക് അവർ പറയുന്നത് ഒന്നും മനസ്സിലാകത്തില്ല. ഞാൻ അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കുന്നു, കർത്താവേ എനിക്കൊരു മലയാളം ചർച്ച് തരണേ, എനിക്ക് മലയാളത്തിൽ ഈ സുവിശേഷം കേൾക്കണം, എന്നെ ആര് കൊണ്ടുപോകും? കാരണം ഒരു റിമോട്ടഡ് ഏരിയയിലായിരുന്നു ഞങ്ങൾ ജീവിച്ചത്. ഒത്തിരി കമ്പനികളൊക്കെ ഉണ്ട്, അവിടെ ഒരു റിമോട്ടഡ് ഏരിയയിലാണ് ഞങ്ങൾ ജീവിച്ചത്. ശരിക്കും ഒരു ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ഇല്ല, ഒരു ഭയങ്കര പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഏരിയയിലാണ് ഞങ്ങൾ ജീവിച്ചു കൊണ്ടിരുന്നത്. ഒരു കുഞ്ഞിനെ ഒരു സ്കൂളിൽ ചേർക്കുവാൻ സാധിച്ചു. ആ ഒരു ചർച്ചിൽ പൊക്കോണ്ടിരിക്കുമ്പോൾ ഞാൻ എന്റെ പ്രാർത്ഥന കണ്ടിന്യൂസ്ലി എനിക്കൊരു നല്ലൊരു ചർച്ച് കിട്ടണ്ടേ എന്റെ കർത്താവേ എന്ന് മാത്രമായിരുന്നു. ഞാൻ എപ്പോഴും എന്റെ ട്രാവലിംഗ് കഴിഞ്ഞ് ഞാൻ ആ സമയത്ത് എനിക്കൊരു ജോലി കിട്ടി. ദൈവത്തോട് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. കാരണം എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ എന്റെ ലാംഗ്വേജ് പ്രോബ്ലം ആയിരുന്നു. എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, ഹിന്ദി അറിയത്തില്ല, തെലുങ്ക് അറിയത്തില്ല. ഒരു കമ്പനിയിൽ ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ട്. ഞാനാണെങ്കിൽ മുട്ടുമേ ഇരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ച് എനിക്ക് ഒരു ജോലി എനിക്ക് കിട്ടി. ആ ജോലി കിട്ടുമ്പോൾ എനിക്ക് 9 to 5:30 ആണ് ജോബിങ്. ആ ഒരു സമയത്ത് മാത്രമേ ഉള്ളൂ എന്റെ ജീവിതത്തിലെ ഏറ്റവും സമാധാനമായിട്ടുള്ള നിമിഷങ്ങളും. അത് കഴിഞ്ഞ പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പല പല പ്രശ്നങ്ങളാണ്. അതിൽ കൂടിയൊക്കെ ഞാൻ കടന്നു. അപ്പം എനിക്ക് ആ ജോലി ഞാൻ എൻജോയ് ചെയ്യാൻ തുടങ്ങി. കാരണം ആ ജോലി എനിക്ക് വളരെ കുറച്ച് വരുമാനമേ ഉള്ളൂ. എനിക്ക് കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞാൽ 4500 ആണ്. ആ ഒരു സാലറിയിൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്റെ വീട്ടിൽ പിന്നെയും വീട്ടുകാർ പറയാൻ തുടങ്ങി, നീ ഈ ജോലി കളയണം, നീ ഈ ജോലി ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു, എനിക്ക് ഈ ജോലി എന്ന ദൈവമാണ്. എനിക്ക് വളരെ ചെറിയ സാലറിയേ ഉള്ളൂ എങ്കിൽ പോലും ഈ ജോലി എനിക്ക് ദൈവം തന്നുകൊണ്ട് തന്നെ ഞാൻ ഇത് കളയത്തില്ല. അന്ന് ഞാൻ അവരെല്ലാരും പറഞ്ഞതിനെ എതിർത്ത് ആദ്യമായിട്ട് ഒരു ഡിസിഷൻ എടുത്തത് അതാണ്. ഈ ജോലി ആര് പറഞ്ഞാലും ഞാൻ ഉപേക്ഷിക്കില്ല. കാരണം എനിക്ക് ഈ ജോലി എന്ന ദൈവമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നിന്റെ ജോലിയിൽ നിന്ന് കിട്ടുന്ന പൈസ ജസ്റ്റ് എനിക്കിവിടെ ക്യാൻറ്റീൻ ഫുഡിന് പോലും തികയത്തില്ല. നീ എന്ത് ചെയ്യും അതുകൊണ്ട് എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, എനിക്ക് ഇത്ര കിട്ടുന്നുള്ളെങ്കിലും ഐ എം ഹാപ്പി ഫോർ ദാറ്റ് എന്ന് പറഞ്ഞ് ഞാൻ ജോലിയിൽ കണ്ടിന്യൂ ചെയ്തിരിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് ദൈവമേ അങ്ങക്ക് എന്നെ കുറിച്ചുള്ള പ്ലാൻ എന്താണ്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. കേരളത്തിൽ വെച്ചൊരു ബൈബിൾ മേടിക്കും, അത് വായിക്കും, അതിൽ ഏത് ചാപ്റ്റർ വായിക്കണമെന്നോ അത് എനിക്കൊന്നും മനസ്സിലാകത്തില്ല വായിച്ചു കഴിഞ്ഞാലും. എങ്കിലും അങ്ങനെ ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദൈവമേ അങ്ങേക്ക് എന്നെ കുറിച്ചുള്ള പ്ലാൻ എന്താണ്? എനിക്കൊരു നല്ല ചർച്ചിൽ പോകണം, എന്റെ വിശ്വാസത്തെ എനിക്ക് വർദ്ധിപ്പിക്കണം, എന്റെ കുഞ്ഞുങ്ങൾ വചനത്തിൽ വളരണം എന്നൊക്കെ ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ സമയത്ത് 2013 ഫെബ്രുവരി ആയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഒരു കോള് വരുന്നു മസ്കറ്റിൽ നിന്ന്. എന്റെ ഹസ്ബൻഡ് തീരെ വയ്യ, കണ്ടിന്യൂസ് ആയിട്ട് വൊമിറ്റിംഗ് ചെയ്യുകയാണ്, അദ്ദേഹത്തിന് നിൽക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം അവിടെ ഒരു ഹോസ്പിറ്റലിൽ പോയി പരിശോധിച്ച് കിഡ്നിക്ക് എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ വിചാരിച്ചു ജസ്റ്റ് കിഡ്നി സ്റ്റോൺ എന്തെങ്കിലും ആയിരിക്കും. കാരണം അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് അദ്ദേഹത്തിന് അങ്ങനെ ഒരു പ്രോബ്ലം വരാനുള്ള സാധ്യതയില്ല. അപ്പൊ ഞങ്ങൾ അങ്ങനെ വിചാരിച്ചു. പക്ഷെ പെട്ടെന്ന് അദ്ദേഹം തിരിച്ചു വരുവാനും ഇവിടെ ഹൈദരാബാദിൽ ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്ക് ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്തു ക്രോണിക് കിഡ്നി ഫെയിലർ എന്ന്. ഞങ്ങളുടെ അന്ന് വരെയുള്ള സ്വപ്നങ്ങൾ തകർന്നു പോയൊരവസ്ഥ. ഞാനൊന്ന് ആലോചിക്കുമ്പോൾ ഞാൻ എന്ത് വിശ്വസിച്ചാണ് ഞാൻ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട്, എനിക്ക് എന്റെ വീട്ടുകാർ എന്നെ സഹായിക്കും. അവർ പറഞ്ഞു, നീ ഹൈദരാബാദിലെ കുഞ്ഞിന്റെ വീട്ടുകാർ നിന്നെ സഹായിക്കത്തില്ല, ആരും നിനക്ക് തുണ കാണത്തില്ല, നിന്റെ എന്ത് പ്രശ്നമുണ്ട് ഞങ്ങൾ ഇടപെടത്തില്ല, അതൊന്നും എനിക്ക് വേണ്ട, എന്റെ ഹസ്ബൻഡ് കൂടെ ജീവിക്കണം എന്ന് പറഞ്ഞാണ് ഞാൻ വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തിന് കിഡ്നി ഫെയിലർ, അദ്ദേഹമായിരുന്നു ഞങ്ങളുടെ ബ്രെഡ് വിന്നർ. അദ്ദേഹത്തിന്റെ ടോട്ടലി കിഡ്നി ഫെയിലർ, അദ്ദേഹത്തിന് കിഡ്നി എന്താണെന്ന് പോലും അറിയത്തില്ലായിരുന്നു, കിഡ്നിയുടെ ഫംഗ്ഷൻസ് എന്താണെന്ന് അദ്ദേഹത്തിന് അറിയത്തില്ല. അദ്ദേഹം കിഡ്നി ഫെയിലർ എന്ന് വിചാരിച്ചപ്പം എന്ത് വിചാരിച്ചു, 1-2 മാസം കൂടി ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് എനിക്ക് പോയി ജോലി ചെയ്യാൻ പറ്റും. പക്ഷെ എനിക്ക് അന്നേ മനസ്സിലായി ഞങ്ങളുടെ ജീവിതം എങ്ങോട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഏതോ ഒരു വലിയൊരു ലെവലിൽ നിന്ന് ഒരു 0 ലെവലിലേക്ക് വന്ന ഒരു അവസ്ഥയായിരുന്നു എനിക്ക്. അദ്ദേഹം ഡയാലിസിസിന് പോയി, അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരുപാട് സിറ്റുവേഷനിൽ കൂടി ഞാൻ കടന്നുപോയി. എങ്കിലും ആ സമയത്ത് അദ്ദേഹം ഡയാലിസിസ് ചെയ്യുന്ന സമയത്തൊക്കെ പുറത്തിരുന്ന് കരയാനല്ലാതെ ഒന്നുമില്ല. അങ്ങനെ കരയുന്ന സമയത്തൊക്കെ എന്റെ മനസ്സിന്റെ ഉള്ളിലിരുന്ന് പറയുന്നുണ്ട്, നീ ദൈവത്തെ അറിയാൻ പോവുകയാണ്, നീ ദൈവത്തെ അറിയാൻ പോകുന്നതിന്റെ ഒരു സൂചനയാണിത് എന്ന് പറയുമ്പോൾ ഞാൻ ആലോചിക്കും, അവിടെ ഇരുന്നോട് ഞാൻ കരഞ്ഞുകൊണ്ട്, ദൈവമേ ആരാ എന്നോട് ദൈവത്തെ കുറിച്ച് പറയാൻ പോകുന്നത്? ഒരാൾ പോലും പ്രാർത്ഥിക്കാൻ പോലും ഒരു ദൈവദാസൻ ഇവിടെ കടന്നു വന്നിട്ടില്ല. അങ്ങനെ വിശ്വാസികളെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഒരു ക്രിസ്ത്യാനിസ് ഇവിടെ ഞങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷനിൽ ആരാണ് ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് കടന്നു വന്ന് ഞങ്ങളെ ഒന്ന് പ്രാർത്ഥിക്കുന്നത്? പക്ഷെ ഞാൻ ആ സമയത്ത് വെച്ച് ഒരു ദൈവദാസൻ കടന്നു വന്ന് അദ്ദേഹത്തിന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിരുന്നു എങ്കിൽ അദ്ദേഹത്തിന് പൂർണ്ണമായി വിടുതൽ കിട്ടും എന്നൊക്കെ ഞാൻ വിശ്വസിക്കാൻ ഇടയായി. ആ സമയത്ത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരു മലയാളി ദൈവദാസനും ഭാര്യയും കൂടെ കടന്നു വന്നു. ആ സമയത്ത് അദ്ദേഹം വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. ഡോക്ടർ പറഞ്ഞു, സാധാരണ കിഡ്നി ഫെയിൽ ഉള്ളവരൊക്കെ ഫുഡൊക്കെ വളരെ കൺട്രോൾ ആയിട്ട് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു, എന്ത് വേണമെങ്കിലും കൊടുത്തോളൂ, ഒരു പ്രതീക്ഷ നിങ്ങൾ വെക്കണ്ട, ഏത് സമയം വേണമെങ്കിലും എന്ത് സംഭവിക്കാം, നിങ്ങളൊക്കെ മെന്റലി പ്രിപ്പയർഡ് ആയിരിക്കണം എന്ന് പറഞ്ഞു. കാരണം എന്റെ മകൾക്ക് അന്ന് 6 വയസ്സ് മാത്രമേ ഉള്ളൂ.
കുഞ്ഞ് പഠിക്കുന്ന ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. അപ്പൊ ഞാൻ എന്റെ കുഞ്ഞിന്റെ എഡ്യൂക്കേഷൻ എങ്ങനെ, ഞങ്ങളുടെ ജീവിതം എങ്ങനെ, ഞാൻ അദ്ദേഹത്തെ വിശ്വസിച്ച് കടന്നു വന്നു. ഞാൻ ഇനി വളരെ തുച്ഛമായ വരുമാനത്തിൽ ഞാൻ എങ്ങനെ ജീവിക്കും? ആ സമയത്ത് ഒരു ദേവദാസൻ കടന്നു വന്നു. അദ്ദേഹം എന്റെ ഹസ്ബൻഡിന്റെ പേര് പ്രമോദ് എന്നാണ്. പ്രമോദെ, നീ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? അപ്പം ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അദ്ദേഹത്തിന്റെ ക്രിയാറ്റിൻ 13 നിൽക്കുകയാണ്. 4th സ്റ്റേജിലേക്ക് പോയി. അദ്ദേഹം പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞു. അദ്ദേഹം ആ ദേവദാസൻ അദ്ദേഹത്തിന്റെ തലയിലേക്ക് കൈവച്ചു പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അവര് തിരിച്ചു പോയപ്പോ എനിക്ക് ഭയങ്കര ഒരു ആശ്വാസം. ഒരു ദേവദാസൻ വന്ന് പ്രാർത്ഥിക്കാൻ ഇടയായല്ലോ, ദൈവം ഇത് കേട്ട് കാണുമെന്ന് ഞാൻ വിചാരിച്ചു. അന്ന് ഞാൻ പറഞ്ഞു, ഡോക്ടറെ, എനിക്ക് ഇദ്ദേഹത്തിന്റെ ക്രിയാറ്റിൻ ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ആ ഡോക്ടർ എന്നെ നിരുത്സാഹപ്പെടുത്തി. എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് 15 ഡേയ്സ് അദ്ദേഹത്തിന്റെ ക്രിയാറ്റിൻ ചെക്ക് ചെയ്യുന്നു, ഡയാലിസിസ് നടത്തുന്നു, കണ്ടിന്യൂസ് ഡയാലിസിസിലിരുന്നു. അദ്ദേഹത്തിന്റെ ക്രിയാറ്റിൻ ഒട്ടും കുറയുന്നില്ല. 13 12 കുറയും, അടുത്ത ദിവസം വീണ്ടും 13 ജമ്പ് ആകും അത്. എന്നാൽ അടുത്ത ദിവസം ഞാൻ വളരെ നിർബന്ധിച്ച് അവിടെ മലയാളി നഴ്സസിനോട് പറഞ്ഞു, നിങ്ങൾ ഒന്ന് ക്രിയാറ്റിൻ ചെക്ക് ചെയ്യണം അടുത്ത ദിവസം രാവിലെ. ഏർലി മോർണിംഗിൽ അദ്ദേഹത്തിന്റെ ക്രിയാറ്റിൻ ചെക്ക് ചെയ്തു. റിസൾട്ട് വന്നു 13 4 കുറഞ്ഞതായിട്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ അന്ന് വിശ്വസിച്ചു. അദ്ദേഹത്തിന് ഈ 4 എന്ന് പറയുന്ന ക്രിയാറ്റിൻ ഒരിക്കലും ഒരു നോർമൽ സ്റ്റേജ് അല്ല. പക്ഷെ ആ 13 4 വരണമെങ്കിൽ അവിടെ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി അവിടെ നടന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചു. ഞാൻ കൂടെ ആ ദേവദാസിനെയും ദാസിയെയും വിളിച്ച് സംസാരിക്കാൻ തുടങ്ങി. കാരണം എനിക്ക് ഇവരെ നഷ്ടപ്പെടുത്താൻ പാടില്ല. അവർ ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നു. അവർ ചർച്ചും എല്ലാവരും കടന്നു വന്നു. ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു. അങ്ങനെ ആ ചർച്ച് RCAG, ഹൈദരാബാദിലുള്ള RCAG ഞങ്ങളെ ഏറ്റെടുത്തു. പൂർണ്ണമായിട്ട് ഞങ്ങളുടെ കുടുംബത്തെ ഏറ്റെടുത്തു. ഞങ്ങൾ അന്ന് വരെ ഹിന്ദു വിശ്വാസത്തിലായിരുന്നു. ഞങ്ങൾ ദൈവത്തിന്റെ വചനങ്ങൾ ഞങ്ങൾ വായിക്കുവാൻ തുടങ്ങി. ദൈവത്തിന്റെ എന്റെ കുഞ്ഞ് സൺഡേ സ്കൂളിൽ പോകുവാനിടയായി. എന്റെ കുഞ്ഞുങ്ങൾ വചനത്തിൽ വളരുവാനിടയായി. എനിക്ക് അന്ന് ഒരു മോള് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു വർഷം ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ വളരെ കോംപ്ലിക്കേറ്റഡിൽ കൂടി കടന്നു പോയതുകൊണ്ട് തന്നെ അവർ തന്നെ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് പ്രമോദൻ, നീ ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല, നമുക്ക് ട്രാൻസ്പ്ലാന്റേഷൻ പ്രോസസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം. ആര് കിഡ്നി കൊടുത്താൽ നിങ്ങളുടെ മാതാവിനോട് പറ കിഡ്നി തരാണെന്ന്. അമ്മയ്ക്ക് പൂർണ്ണ സമ്മതം, അദ്ദേഹത്തിന്റെ മാതാവിന് പൂർണ്ണ സമ്മതമായിരുന്നു. കിഡ്നി അങ്ങനെ ട്രാൻസ്പ്ലാന്റേഷൻ പ്രോസസ്സുകളൊക്കെ നടന്ന് കിഡ്നി ടെസ്റ്റുകൾ, പ്രിലിമിനറി എക്സാമിനേഷൻസ് തന്നെ അമ്മയുടെ അമ്മയുടെ കിഡ്നിയുടെ തൊട്ടടുത്ത് ഒരു വലിയൊരു മുഴ വളർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ഈ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി പ്ലാൻ ചെയ്ത് ഞങ്ങൾ ഇമ്മീഡിയറ്റ്ലി അമ്മയ്ക്ക് ഒരു സർജറിക്ക് വേണ്ടി പ്ലാൻ ചെയ്യുവാനിടയായി. അങ്ങനെ അമ്മയുടെ സർജറി ഇനി ആര് കൊടുക്കും? ഞാൻ പറഞ്ഞു, ഞാൻ തയ്യാറാണ് കൊടുക്കാൻ. പക്ഷെ എന്റെ അദ്ദേഹത്തിന്റെ വീട്ടുകാർ ഒരിക്കലും സമ്മതിക്കില്ല. നിന്റെ കിഡ്നി ഞാൻ ഒരിക്കലും എടുക്കത്തില്ല. നിന്റെ ഒരു സഹായം എനിക്ക് വേണ്ട. നിന്റെ വീട്ടുകാരുടെ ഒരു സഹായമില്ലാതെ ജീവിക്കാൻ ഞങ്ങൾക്കറിയാം. അവര് പറഞ്ഞു, എന്റെ മകൻ മരിച്ചു പോകുന്നെങ്കിൽ പൊക്കോട്ടെ, ഞാൻ അവനെ കുഴിച്ചിട്ടോളാം, നീ ഇപ്പൊ തന്നെ നിന്റെ വീട്ടിലേക്ക് പോകണം, കേരളത്തിലേക്ക് പോകണം എന്ന് പറഞ്ഞു. അതെനിക്ക് വളരെ ഒരു ഷോക്കിംഗ് ആയിരുന്നു. ഞാൻ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് നിൽക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു വളരെ ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു. എങ്കിലും സഭയിലുള്ളവരൊക്കെ വന്ന് അദ്ദേഹത്തെ അഡ്വൈസ് ചെയ്യാൻ തുടങ്ങി. അദ്ദേഹം ലാസ്റ്റിൽ സമ്മതിച്ചു. അങ്ങനെ 2014 ഞങ്ങൾ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുവാൻ ഇടയായി. ഞാൻ ദൈവത്തിന്റെ കൃപയാൽ ഒരു കിഡ്നി ഡൊണേറ്റ് ചെയ്തു. എന്റെ ഒരു ലക്ഷ്യം ഇത് മാത്രമേ ഉള്ളായിരുന്നു. അദ്ദേഹം എപ്പോഴും അവർ ജ്യോതിഷന്മാരുടെ ഒക്കെ അടുത്ത് പോകുമ്പോൾ അവർ പറയുമായിരുന്നു, നീ ഈ പെണ്ണിനെ വിവാഹം കഴിച്ചോണ്ടാണ് നിനക്ക് ഈ പ്രോബ്ലംസ് എല്ലാം ഉണ്ടായത്. അവരുടെ നാള് കൊള്ളത്തില്ല, അവരുടെ നക്ഷത്രം കൊള്ളത്തില്ല. അപ്പൊ ഞാൻ വിചാരിച്ചൊക്കെ ഇത് മാത്രമായിരുന്നു. ഇത്രയും വർഷങ്ങൾ കൊണ്ട് ഞാൻ വിളിക്കുന്ന ഹിന്ദു ദൈവങ്ങൾ എന്റെ നക്ഷത്രത്തിലോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിലൊരു മാറ്റവും തരാത്ത ദൈവങ്ങളെ ഞാൻ എന്തിനാണ് വിശ്വസിക്കുന്നത്? ഞാൻ ഒരിക്കലും ഇതിനെ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞാണ് ഞാൻ കടന്നു വന്നത്. അദ്ദേഹം പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നതാണ്. ഞാൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് മാത്രമാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്. അപ്പൊ ഞാൻ വിചാരിച്ചു, എല്ലാവരും അങ്ങനെ വിശ്വസിക്കുന്നു, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്ക് ചെയ്യണം. അങ്ങനെ ഞാൻ കിഡ്നി ഡൊണേറ്റ് ചെയ്യുവാൻ തയ്യാറായി. ഞാൻ അവിടെ കിഡ്നി ഡൊണേറ്റ് ചെയ്ത് മുതൽ അദ്ദേഹം പിന്നീട് ഞങ്ങൾ മാറി. കാരണം ഞങ്ങൾ അന്ന് പറഞ്ഞില്ല, ഞങ്ങൾ ഒരു പൊല്യൂട്ടഡ് ഏരിയയിലാണ് താമസിക്കുന്നത്. മാറി താമസിക്കാനിടയായി. ഈ മാറി താമസിക്കുന്നതൊക്കെ ഒരു വലിയ കഥയുണ്ട്. കാരണം ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ, കിഡ്നി ഫെയിലായ സമയത്ത്, വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ കടന്നു പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മാതാപിതാക്കളൊക്കെ പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളെ എല്ലാവരും നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിനക്ക് ഒരു തുച്ഛമായ സാലറി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നീ ഇപ്പൊ തന്നെ ഇവരിൽ നിന്ന് ഇറങ്ങിപ്പോകണം. ഇറങ്ങിപ്പോകണം. എന്റെ മകനെ ചാകുമ്പോൾ കുഴിച്ചിടുവാനൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് നീ ഇപ്പൊ തന്നെ ഇറങ്ങിപ്പോകണം. പക്ഷെ എന്റെ മനസ്സിനെ അനുവദിച്ചില്ല. കാരണം ഞാൻ ഇറങ്ങിപ്പോകുമ്പോൾ ഒരു രോഗിയായിട്ടുള്ള ഒരു ഹസ്ബൻഡിനെ ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോകാൻ എന്റെ മനസ്സ് ഒരിക്കലും അനുവദിച്ചില്ല. കാരണം ഞാൻ അന്ന് പോലും ബൈബിൾ വായിക്കുമ്പോൾ എനിക്കറിയാം, ഞാനല്ല, എന്റെ കഴിവോ ഞാനോ അല്ല, എന്റെ ദൈവമാണ് അദ്ദേഹത്തെ നിലനിർത്തുന്നത്. ഞങ്ങളുടെ കുടുംബത്തെ നിലനിർത്തുന്ന ദൈവമാണെങ്കിൽ ആ ദൈവം ഞങ്ങൾക്ക് ഒരു നല്ലൊരു കുടുംബജീവിതം തന്നെ. കാരണം അത്രത്തോളം ഞാൻ ആഗ്രഹിച്ചത്. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ സമയത്ത് സഭയിലുള്ള എല്ലാവരും അഡ്വൈസ് ചെയ്ത് ഞങ്ങൾ ഒരു വാടക വീട്ടിലേക്ക് മാറുവാനിടയായി. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് തുച്ഛമായ സാലറി ആണുള്ളതെന്ന്. ആ ഒരു വാടക കൊടുക്കാൻ പോലുമുള്ള ഇല്ലാത്ത ഒരു സമയത്താണ് ഞങ്ങൾ വാടക വീട്ടിലോട്ട് മാറിയത്. ഞാൻ അവിടെ പോയി എന്റെ പ്രാർത്ഥന ഇത് മാത്രം, കർത്താവേ, ഇവിടുന്ന് ഞങ്ങളെ അവര് വാടക കൊടുക്കാത്തതിന് ഇറക്കി വിടരുതപ്പാ എന്ന് മാത്രമായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ പ്രാർത്ഥന. എന്റെ സാലറി കിട്ടുമ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് ഐറ്റം മാറ്റി വെക്കും, ഞങ്ങൾ വാടക കൊടുക്കും. അതിനുശേഷം ഞങ്ങൾ നോക്കും, ഒരു 500 രൂപ ഞങ്ങൾക്ക് ഒരു പച്ചക്കറി മേടിക്കുവാനായിട്ട് എടുക്കാൻ കാണത്തില്ല.
എന്റെ കുഞ്ഞിനൊരു പാല് മേടിച്ചു കൊടുക്കാനൊരു എടുക്കാൻ കാണത്തില്ല. എന്നാൽ എന്റെ ദൈവം ആ അവസ്ഥകളൊക്കെ ഞങ്ങളെ നടത്തി, എത്രത്തോളം ഞങ്ങളെ നടത്തി. ഞങ്ങളുടെ കലത്തിലെ മാവ് കുറയാതെ ഞങ്ങളെ കാത്ത ഒരു ദൈവമുണ്ട്. ഞാൻ ഇപ്പോഴും എനിക്ക് അത്ഭുതമാണ്. ആ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ എങ്ങനെ കഴിച്ചു, ഞങ്ങൾ എങ്ങനെ കുടിച്ചു, എന്റെ കുഞ്ഞിന് നല്ലൊരു സ്കൂളിൽ പഠിക്കുവാൻ എങ്ങനെ കഴിഞ്ഞു, ഇതൊക്കെ ഇപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ ദൈവം അത്ഭുതമായിട്ടാണ് ഞങ്ങളെ നടത്തിയത്. അങ്ങനെ ഏകദേശം 2 വർഷം കഴിയുമ്പോൾ ഞങ്ങൾക്കൊരു ആഗ്രഹം, ദൈവമേ ഒരു കുഞ്ഞേ ഉള്ളല്ലോ, ഇനി ഒരു കുഞ്ഞും കൂടെ വേണം എന്നൊരു ആഗ്രഹം തോന്നിയെങ്കിലും ഞങ്ങൾ തന്നെ സ്വയം ഇല്ല, ഒരിക്കലുമില്ല. കാരണം ഞാൻ അവിടെ വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ എന്റെ കുടുംബം കഴിയത്തുള്ളൂ. ഞാനൊന്ന് പ്രഗ്നന്റ് ആയിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്? അങ്ങനെ പിന്നെ എങ്ങനെയാണ് ഒരു മെറ്റേണിറ്റി ലീവ് എടുത്ത് ആ ദിവസങ്ങളൊക്കെ ഞങ്ങൾക്ക് എങ്ങനെ കഴിയാൻ പറ്റും? 1 മാസം കിട്ടുന്ന സാലറി ഡിപ്പെൻഡ് ചെയ്താണ് ഞങ്ങൾ കഴിയുന്നത്. അപ്പോൾ പക്ഷേ ദൈവം ഞങ്ങളുടെ മനസ്സിനെ അറിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് പ്രഗ്നന്റ് ആകുവാനിടയായി. ആ പ്രഗ്നൻസി സമയങ്ങളിലൊക്കെ ഞങ്ങൾ ഷോക്ക്ഡ് ആയിരുന്നു. ദൈവമേ പെട്ടെന്ന് പ്രഗ്നന്റ് ആയല്ലോ, ഞാൻ എന്ത് ചെയ്യും? എനിക്ക് വർക്ക് ചെയ്യാതെ എനിക്ക് പറ്റത്തില്ല. പക്ഷെ മറ്റുള്ളവർ അറിയുമ്പോൾ ഇത്രയും ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ കൂടി, ഫിനാൻഷ്യൽ പ്രോബ്ലത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു കൊച്ചും, നിങ്ങൾക്ക് ഒരു പ്ലാനിങ് ഇല്ലേ? നിങ്ങൾ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ എന്തെല്ലാം രീതിയിലുള്ള ന്യൂട്രീഷണൽ ഫുഡ് കഴിക്കേണ്ടി വരും, ഏതെല്ലാം രീതിയിൽ നിങ്ങൾ കെയർ ചെയ്താൽ മാത്രം ജീവിക്കാൻ പറ്റത്തുള്ളൂ. ആ സമയത്തൊക്കെ എനിക്കൊരു ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. ആ ഇൻഷുറൻസ് കൊണ്ട്, ആ ഇൻഷുറൻസ് ഉള്ള ESI ഇൻഷുറൻസ് ആയിരുന്നുള്ളത്. അവിടെ പോയിട്ടാണ് ഞാൻ ഈ മെറ്റേണൽ ചെക്കപ്സ് ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ ചെക്കപ്സ് ഒക്കെ ചെയ്തെങ്കിൽ എനിക്ക് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ പോലും എനിക്ക് പേടിയായിരുന്നു. പക്ഷെ ആദ്യത്തെ 3 മാസം കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. ഡോക്ടേഴ്സ് ഒക്കെ പറഞ്ഞു ബെഡ് റെസ്റ്റിലേക്ക് പോകണം എന്ന് പറഞ്ഞു. ഞാനപ്പോ ദൈവത്തോട്, കർത്താവേ എനിക്ക് ബെഡ് റെസ്റ്റിലേക്ക് പോകാനൊന്നും പറ്റത്തില്ല. കാരണം ഈ കുഞ്ഞ് ദൈവത്തിന്റെ ഒരു ദാനമാണെങ്കിൽ ദൈവം ഇതിനെ ഒന്ന് ഉറപ്പിച്ചു തരട്ടെ. എനിക്ക് ജോലി ചെയ്തേ പറ്റൂ. ജോലി ചെയ്തെങ്കിൽ മാത്രമേ എന്റെ കുടുംബം മുന്നോട്ട് പോകത്തുള്ളൂ. കാരണം എന്റെ ഹസ്ബൻഡിന് മാസാമാസം ഇമ്യൂണോ സപ്രസീവ് മെഡിസിൻസ് കഴിക്കുകയാണ്. അദ്ദേഹത്തിന് 15,000 മെഡിസിൻസ് അദ്ദേഹത്തിന് മേടിക്കേണ്ടതാണ്. അപ്പം അതുപോലും കൊടുക്കാനുള്ള നിവർത്തി എനിക്കില്ല. വീട്ടിലെ കാര്യങ്ങൾ നോക്കാനില്ല. ഞങ്ങൾക്കൊരു ഇൻഷുറൻസ് ഉള്ളത് മാത്രമാണ് ഞങ്ങൾക്ക് ഇതൊക്കെ സർവേ ചെയ്ത് പോകുന്നത്. ദൈവമേ, ഇത് ദൈവത്തിന്റെ ആലോചന ആണെങ്കിൽ ഇതിനെ എനിക്ക് തരണമേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഒരു ഊനമില്ലാത്തൊരു കുഞ്ഞിനെ ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ വചനങ്ങളിൽ, ആ സമയത്തൊക്കെ വചനങ്ങൾ ഏറ്റവും കൂടുതൽ ബലപ്പെട്ടു. അങ്ങനെ 9 മാസവും എനിക്ക് എന്റെ കമ്പനിയിൽ എനിക്ക് വർക്ക് ചെയ്യുവാൻ സാധിക്കും. ആ സമയങ്ങളിലൊക്കെ ഭയങ്കര കോംപ്ലിക്കേഷൻസ് കൂടി എന്റെ ഹസ്ബൻഡ് കടന്നു. ട്രാൻസ്പ്ലാന്റഡ് കിഡ്നിക്ക് പ്രോബ്ലം വന്നിട്ട് വളരെ ഭയങ്കര കോംപ്ലിക്കേഷൻസ് കൂടി എന്റെ ഹസ്ബൻഡ് കടന്നുപോയി. ആ സമയത്തൊക്കെ എല്ലാവരും എന്നെ ക്വസ്റ്റ്യൻ മാർക്ക് പോലെയാണ് നോക്കുന്നത്. ഇതിപ്പോ ആവശ്യമായിരുന്നോ, ഇങ്ങനെ ഒരു കുഞ്ഞിനെ പ്രഗ്നന്റ് ആണ്, ആവശ്യമായിരുന്നോ എന്ന് ക്വസ്റ്റ്യൻ മാർക്കോടുകൂടി നോക്കുമ്പോൾ എനിക്ക് അവിടെ മുമ്പിലൊന്നും ഒരു ആൻസർ ഇല്ലായിരുന്നു. എന്നാൽ ആദ്യത്തെ കുഞ്ഞിനെ ഒരു സിസേറിയനിൽ കൂടിയാണ് കിട്ടിയത്. ഇനിയും ഒരു ഓപ്പറേഷൻ ആയിരിക്കുമല്ലോ നെക്സ്റ്റ് പോകേണ്ടത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ദൈവമേ, ദൈവത്തിന്റെ ഹിതമാനങ്ങൾ എനിക്കൊരു നോർമൽ ഡെലിവറിയിൽ കൂടി ഈ കുഞ്ഞിനെ തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് അധികം പെയിൻ ഒന്നും വേണ്ട, എനിക്ക് വളരെ കുറഞ്ഞ സമയത്ത് ഒരു പെയിൻ മതി, എനിക്കൊരു നോർമൽ ഡെലിവറി കൂടി കുഞ്ഞിനെ തരണമേ എന്ന് പ്രാർത്ഥിച്ചു. എങ്കിലും ഞാൻ ചെക്കപ്പിന് പോകുമ്പോൾ എല്ലാം ഡോക്ടേഴ്സിനോട്, ഡോക്ടർ എനിക്കൊരു നോർമൽ ഡെലിവറി നടക്കുമായിരിക്കുമോ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ ഡോക്ടർ നോ, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ബിക്കോസ് യു ഹാവ് ഓൺലി 1 കിഡ്നി. നിങ്ങളുടെ BP ഒന്ന് കൂടുവാണെങ്കിൽ അത് വളരെ ക്രിട്ടിക്കലിലേക്ക് നിങ്ങൾ കടന്നു പോകും. അതുകൊണ്ട് ഒരിക്കലും സാധ്യമല്ല. അത് ഞങ്ങൾ ഓപ്പറേഷൻ, ഞങ്ങൾ C-സെക്ഷൻ ആണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് 6 മാസം വരെ ഡോക്ടേഴ്സ് എന്നോട് പറയാൻ തുടങ്ങി. എങ്കിലും എന്നെ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തി. നിന്റെ ആദ്യത്തെ ഡെലിവറി നീ പ്രോപ്പറായിട്ട് നീ നോക്കിയിരുന്നെങ്കിൽ, അത് നോർമൽ ആയിരുന്നെങ്കിൽ ഇത് നോർമലായി പോയേനെ നിനക്ക്. എന്തുകൊണ്ടാ നീ ഡെയിലി എക്സസൈസ് ചെയ്യുന്നുണ്ട്, നീ വർക്ക് ചെയ്യാൻ പോകുന്നു, നിന്റെ ശരീരം നല്ലപോലെ ഇതാകുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഇത് നോർമൽ ആകാനുള്ള എല്ലാ സാധ്യതയും നിനക്കുണ്ട് എന്ന് പറഞ്ഞെങ്കിലും ഡോക്ടേഴ്സ് അത് അക്സെപ്റ്റ് ചെയ്തില്ല. അങ്ങനെ ലാസ്റ്റ് 9 മന്ത്സ് ആയപ്പോഴത്തേക്കും ഒരു ഡോക്ടർ ഞങ്ങൾക്ക് ഒരു ഹോസ്പിറ്റലിൽ പോയി ഞങ്ങൾ കാണിച്ചു. ആ ഡോക്ടർ പെട്ടെന്ന് തന്നെ എല്ലാം കുറിച്ച് തന്നു. 10 days ഉള്ള എക്സാമിനേഷൻസിനെല്ലാം കുറിച്ച് തന്നു. ഡോക്ടേഴ്സ് പറഞ്ഞു, ശ്രീലക്ഷി യു ആർ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്, നൗ വി ആർ ഗോയിങ് ടു ഗോ ഫോർ ദ C-സെക്ഷൻ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഡോക്ടർ എനിക്ക് നോർമൽ ഡെലിവറി ആകാനാണ് ആഗ്രഹം, എന്തെങ്കിലും സാധ്യതയൊന്നും ഡോക്ടറോട് ഞാൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഒരിക്കലും നമ്മൾ പോകത്തില്ല, നിങ്ങൾക്ക് ഒരു കിഡ്നി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് March 10th എന്ന് പറഞ്ഞൊരു ഡേറ്റ് അദ്ദേഹം തന്നെ. അങ്ങനെ March 10th അപ്പൊ ഞാൻ വളരെ നിരാശയിലായി. ദൈവമേ, എത്ര പ്രാർത്ഥിച്ചു, എനിക്കൊരു നോർമൽ ഡെലിവറി കിട്ടുന്നില്ല. അതുപോലെ തന്നെ എനിക്ക് ആദ്യം ഉണ്ടായ ഒരു മോളാണ്, ഒരു ആൺകുഞ്ഞ് വേണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ വളരെ ദുഃഖത്തോടു കൂടി ഞാൻ ബൈബിൾ എടുത്ത് തുറന്നു. അപ്പൊ ഞാൻ മനസ്സിലാക്കി, കുറെ ദിവസമായി എന്റെ ദൈവം എന്നോട് ബൈബിൾ കൂടി ഇടപെട്ടിട്ട്, ദൈവം എന്താ എനിക്കൊരു വചനം ഒന്നും കിട്ടാത്ത ഞാൻ ആലോചിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സങ്കീർത്തനത്തിൽ കൂടി ദൈവം എന്നോട് ഇടപെട്ടു. നീ യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, നിന്റെ ഹൃദയത്തിൽ ആഗ്രഹങ്ങൾ നിനക്ക് അതുപോലെ തരും. അപ്പൊ ഞാൻ പറഞ്ഞു, ദൈവമേ, ഞാൻ ഇങ്ങനെ പറഞ്ഞത്, എന്റെ ആഗ്രഹം ഇതാണ്, എന്റെ വയറ്റില് ഒരു ആൺകുഞ്ഞിനെ എനിക്ക് വേണം എന്നാണ് എന്റെ ആഗ്രഹം. ദൈവത്തിന് എത്ര നിമിഷം വേണം, അതൊരു പെൺകുഞ്ഞാണെങ്കിൽ ആൺകുഞ്ഞാക്കി തന്നെ എത്ര നിമിഷം ദൈവത്തിന് വേണം. ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമല്ലേ. അതുകൊണ്ട് എനിക്കൊരു നോർമൽ ഡെലിവറി വേണമെന്നാണ് ആഗ്രഹം. എനിക്കൊരു ഷോർട്ട് പെയിൻ കൂടി ഇടുന്നു, അതിന് ദൈവത്തിന് എത്ര നിമിഷങ്ങൾ അതൊക്കെ ചെയ്യുവാനെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ അന്ന് 8th ഞങ്ങൾക്ക് പോയി അഡ്മിറ്റ് ആകണം ഹോസ്പിറ്റലിൽ. അപ്പൊ 7th ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചു. March 10th C-സെക്ഷൻ എന്ന് ഡിസൈഡ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ
7th നൈറ്റ് ഞങ്ങളെല്ലാം റെഡി ആയിരിക്കുമ്പോൾ തന്നെ ചർച്ചിൽ നിന്ന് ഒരു ഫാമിലി ഞങ്ങളെ വന്ന് കണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് വന്നു. അവർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പോയി. 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് പെയിൻ സ്റ്റാർട്ടായി. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ പോയി. അങ്ങനെ ഞങ്ങളൊരു വില്ലേജിൽ റിമോട്ട് ഏരിയയിലാണ് അവിടെ ഒരു കാറോ ഒന്നുമില്ലാത്തൊരു സ്ഥലത്ത് പെട്ടെന്ന് തന്നെ തൊട്ടടുത്തൊരു വിശ്വാസികൾ താമസിച്ചു. അവർ ഞങ്ങൾക്ക് ഒരു ആംബുലൻസ് ബുക്ക് ചെയ്തിരുന്നു. അവിടെ ഹോസ്പിറ്റലിൽ നിന്ന്, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് റീച്ച് ആകാൻ ഒരു ഹാഫ് ആൻ അവർ ടു 45 മിനിറ്റ്സ് ആയിരുന്നു വേണ്ടത്. അത്രയും സമയം മാത്രമേ എനിക്ക് ഞാൻ ഹോസ്പിറ്റലിൽ പോയി. വിതിൻ 5 മിനിറ്റ്സിൽ എനിക്ക് നോർമൽ ഡെലിവറി ആയി. എന്റെ ഒരു ഹിസ്റ്ററിയും അറിയാത്ത ഒരു ഡോക്ടറാണ് എന്നെ അറ്റൻഡ് ചെയ്തത്. ആ ഡോക്ടറിന്റെ ഒന്നും അറിയത്തില്ല. ഞാൻ ടേബിളിൽ കിടന്നുകൊണ്ട് പെയിനോട് കൂടിയാണ് എന്റെ കാര്യങ്ങളെല്ലാം അവരോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ഒരു നോർമൽ ഡെലിവറിയിൽ കൂടി എനിക്കൊരു ആൺ പൈതലിനെ എനിക്ക് ദൈവം ദാനമായി തന്നു. അന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് ആ ഒരു സാക്ഷ്യം എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിലെ ആദ്യത്തേതും ഏറ്റവും വലിയ ഒരു സാക്ഷ്യമായിരുന്നു. കാരണം ദൈവം എന്നെ തൊട്ടതുപോലെ തൊട്ടടുത്ത ഒരു സാക്ഷ്യമായിരുന്നു അത്. എന്റെ സഭ പോലും എല്ലാവരും മിറാക്കിൾ ദൈവത്തിന്റെ ആ ഒരു ഇതില് അത്ഭുതത്തില് എല്ലാവരും ദൈവത്തെ സ്തോത്രം ചെയ്യുവാനും സ്തുതിക്കുവാനിടയെ. കാരണം ഞങ്ങൾക്ക് അത്രത്തോളം അപമാനത്തിൽ കൂടിയായിരുന്നു 9 months ഞാൻ കടന്നുപോയത്. എന്നാൽ അപമാനത്തിൽ കൂടി കടന്നുപോയി ദൈവം എന്നെ അവിടെ മാനിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ആ ഡോക്ടറിനോട് അടുത്ത ദിവസം സി സെക്ഷനായിട്ട് അദ്ദേഹം അടുത്ത ദിവസമാണ് അറിയുന്നത് ഞാൻ ഇങ്ങനെ നോർമൽ ഡെലിവറി. അദ്ദേഹം വന്ന് കണ്ടിട്ട് പറയാണ്, അദ്ദേഹം ഒരു ബ്രാഹ്മണാണ്. അദ്ദേഹം വന്ന് കണ്ടിട്ട് എന്താ പറയുന്നത് അറിയാവോ? ദൈവത്തിന് സ്തോത്രം എന്ന് അദ്ദേഹം പറയുന്നത്. ദൈവം പറയാണ്, ഇതെല്ലാം കണ്ട് അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു ദൈവത്തെയല്ലേ നിങ്ങൾ വിളിക്കുന്നത്? ദൈവത്തിന്റെ അത്ഭുതമാണ് ഇവിടെ നടന്നതെന്ന്. അങ്ങനെ കുഞ്ഞിനെ എന്റെ ആരോണിനെ എനിക്ക് ദാനമായിട്ട് ദൈവം തന്നു. ഞങ്ങൾ അങ്ങനെ കടന്നുപോയപ്പോൾ ഏകദേശം ആരോണിന് 4 വയസ്സായപ്പോഴത്തേന് വീണ്ടും എന്റെ ഹസ്ബൻഡിന്റെ പ്രോബ്ലങ്ങൾ സ്റ്റാർട്ടായി. അദ്ദേഹത്തിന്റെ കിഡ്നി ഫെയിൽ ആയിപ്പോയി. 2019 അദ്ദേഹത്തിന് കിഡ്നി ഫെയിൽ ആയത്. വീണ്ടും അദ്ദേഹം ഡയാലിസിസിലേക്ക് കടന്നുപോയി. ഹല്ലേലൂയ. ആ സമയങ്ങളിലൊക്കെ ഞങ്ങൾ വീണ്ടും എന്നും ഡയാലിസിസിന് പോകും വരും ഇങ്ങനെയുള്ള സമയം. അങ്ങനെ 2020-21 ആയപ്പോഴത്തേന് കോവിഡ് ഔട്ട് ബ്രേക്ക് സ്റ്റാർട്ടായി. അദ്ദേഹത്തിന് ആ സമയത്ത് ആഗ്രഹം, ഞാൻ എന്തിനാ പോയി ഡയാലിസിസ് ചെയ്യുന്നത്? എനിക്ക് ഇനി ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നോക്കാം. അപ്പോൾ കെടാവീർ എന്നൊരു പദ്ധതിയിൽ ഇവിടെ അപ്ലൈ ചെയ്യണം കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ട്. അപ്പൊ അദ്ദേഹം അപ്ലൈ ചെയ്യാൻ പോയപ്പോൾ അതിന് കുറെ ടെസ്റ്റിംഗ് പ്രോസസ്സിൽ കൂടി കടന്നു പോകണം. അങ്ങനെ ടെസ്റ്റിംഗ് പ്രോസസ്സിൽ കൂടി കടന്നു പോകുമ്പോൾ ഞങ്ങൾ എല്ലാവരും പറഞ്ഞു, പ്രമോദ് ചേട്ടാ നിങ്ങൾ ഇപ്പൊ ചെയ്യണ്ട, ഇപ്പൊ ഈ കോവിഡ് ലോക്ക്ഡൌൺ സമയമാണ്, നമ്മൾ ഒരുപാട് എക്സ്പോസ് ആകാൻ പാടില്ല. എസ്പെഷ്യലി ഒരു CKD പേഷ്യൻസ് ഒരിക്കലും എക്സ്പോസ്ഡ് ആകാൻ പാടില്ല. ഡയാലിസിസിലൊക്കെ പോകുമ്പോൾ തന്നെ വരുന്നത് വരെ ഞങ്ങൾക്ക് പ്രാർത്ഥനയാണ്, ഒരു ഇൻഫെക്ഷനും ആകരുതേ എന്ന് പ്രാർത്ഥനയാണ്. അങ്ങനെ അദ്ദേഹം പറഞ്ഞില്ല, എനിക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ശരീരത്തിൽ ഞാൻ അനുഭവിക്കുന്നുണ്ട്, എനിക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തേ പറ്റത്തുള്ളൂ എന്ന്. അപ്പോൾ ഓക്കെ, അദ്ദേഹത്തിന്റെ ആഗ്രഹം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആർക്കും അതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അദ്ദേഹം തന്നെ കടന്നുപോയി ഒരുപാട് ടെസ്റ്റിംഗ് പ്രോസസ് കൂടിയൊക്കെ കടന്നുപോയി. അങ്ങനെ ടെസ്റ്റിംഗ് പ്രോസസ് കൂടി കടന്നുപോയപ്പോൾ കാർഡിയാക് ടെസ്റ്റിന്റെ സമയത്ത് ഡോക്ടർ ഒന്ന് ഐഡന്റിഫൈ ചെയ്തു, എന്തോ ഒരു ECGയിൽ എന്തോ ഒരു വേരിയേഷൻ ഐഡന്റിഫൈ. ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ഒരു കാർഡിയാക് പോയി കണ്ടിട്ട് നിങ്ങൾ ആൻജിയോഗ്രാം എടുത്തിട്ട് അതിൽ ക്ലിയറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഈ കെടാവിറിൽ അപ്ലൈ ചെയ്യുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് അപ്രൂവൽ തരത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അപ്രൂവൽ കിട്ടുവാൻ വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്തു? ശരി, ഓക്കെ, ആൻജിയോഗ്രാം അല്ലേ, അത് ചെയ്തേക്കാം എന്ന് വിചാരിച്ച് ഞങ്ങൾ അതിനുവേണ്ടി ഇനിഷ്യേറ്റ് ചെയ്തു. ആൻജിയോഗ്രാം ചെയ്തപ്പോഴാണ് അറിയുന്നത് അദ്ദേഹത്തിന്റെ ഹേർട്ടിൽ ഒരു ബ്ലോക്ക് ഉണ്ടെന്ന്. അങ്ങനെ ആ ആൻജിയോഗ്രാം ചെയ്തത് കൊണ്ട് ഓഫ് കോഴ്സ് ആൻജിയോപ്ലാസ്റ്റിക് വിധേയനാകണം. സോ അങ്ങനെ ഹേർട്ടിൽ ഒരു ബ്ലോക്ക് ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് തന്നെ ആൻജിയോപ്ലാസ്റ്റിക് അദ്ദേഹം വിധേയനായി. അവിടെ മുതൽ വീണ്ടും വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് അദ്ദേഹം പോകുവാൻ ഇടയായി തീർന്നു. ആൻജിയോപ്ലാസ്റ്റി ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. ആ സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ തുടയിൽ കൂടിയാണ് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത്. ആ സമയത്ത് അവിടെ ബ്ലഡ് ക്ലോട്ട് ആയിട്ട് അദ്ദേഹം ആ സമയങ്ങളിൽ തന്നെ ഡയാലിസിസ് കൂടി കടന്നു പോയിക്കൊണ്ടിരുന്നു. ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു അഡ്വൈസ് ഡോക്ടേഴ്സിന് അവിടെ ഇല്ലാഞ്ഞത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അവിടെ ബ്ലഡ് കട്ടിയായിട്ട് നിന്നു. വീണ്ടും അദ്ദേഹം ആ ബ്ലഡ് റിമൂവ് ചെയ്യുവാനുള്ള മറ്റൊരു സർജറിക്ക് അദ്ദേഹം വിധേയനാകേണ്ടി വന്നു. ഈ സർജറി കഴിഞ്ഞതിന് ശേഷം വീണ്ടും വീട്ടിലേക്ക് വന്നു, എല്ലാം നോർമലിലേക്ക് വന്നു. അദ്ദേഹം ഡയാലിസിസിന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് അദ്ദേഹത്തിന്റെ സ്റ്റിച്ച് പൊട്ടിയിട്ട് അവിടുന്ന് ബ്ലീഡ് ആകാൻ തുടങ്ങിയത്. കണ്ടിന്യൂസ് ബ്ലീഡിങ് ആയിട്ട് അദ്ദേഹത്തിന് ശ്വാസമുട്ടൽ വന്നു. അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ HP ലെവൽ 3ലേക്ക് താഴ്ന്നു പോകുവാനിടയായി. ഹല്ലേലൂയ. ആ സമയത്ത് വീണ്ടും ഇമ്മീഡിയറ്റ്ലി ഞങ്ങൾ പോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അദ്ദേഹം ഫുൾ ടൈം ഓക്സിജനിലാണ്. അദ്ദേഹത്തിന് ശ്വസിക്കാൻ പറ്റുന്നില്ല, ഓക്സിജനാണ്. ഡോക്ടേഴ്സ് പറയുന്നത് എന്താണെന്നറിയാം, അദ്ദേഹത്തിന്റെ ലങ്സ് നിറയെ വാട്ടർ ഫിൽഡ് ആയിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ലങ്സ് ഫെയിൽ ആയി, ലങ്സ് പ്രവർത്തിക്കുന്നില്ല എന്ന് ഡോക്ടർ ഡിക്ലെയർ ചെയ്തു. അങ്ങനെ ഫുൾ ടൈം എന്ന് വെച്ചാൽ കിഡ്നി ഫെയിലർ, ലങ്സ് ഫെയിലർ, സോ മൾട്ടിപ്പിൾ ഓർഗൻസ് അവിടെ ഫെയിൽ ആകാൻ തുടങ്ങി. സോ
ആ സമയത്തൊക്കെ പൂർണ്ണമായിട്ടും അദ്ദേഹം 3 മാസം ഈ ഒരു പ്രോബ്ലവുമായിട്ട് അദ്ദേഹം ഹോസ്പിറ്റലിൽ ഫുള്ളി അഡ്മിറ്റഡ് ആയിരുന്നു. ഞാൻ ജോലിക്ക് പോകും, വരും, അദ്ദേഹത്തെ നോക്കും. ജോലി വിടാനുള്ള സാധ്യതയില്ല. ജോലിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. പകൽ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ വന്നിരിക്കും, രാത്രി ഞാനിരിക്കും. അങ്ങനെ പോയിരിക്കുമ്പോൾ ഈ 3 മാസമായിട്ട് അദ്ദേഹത്തിന് ഒരു കുഴപ്പവുമില്ല. ആ സമയങ്ങളിലൊക്കെ തൊട്ടടുത്ത് കിടക്കുന്ന രോഗികളൊക്കെ കോവിഡ് പോസിറ്റീവ് ആകാൻ തുടങ്ങിയിരുന്നു. കാരണം കോവിഡിന്റെ സെക്കൻഡ് ഔട്ട് ബ്രേക്ക് ആയിരുന്നു ആ സമയത്ത്. ഞാനപ്പോ ദൈവമേ, അദ്ദേഹത്തിന്റെ ഈ ഓക്സിജൻ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ എല്ലാം ഒരു വാഷ്റൂമിൽ പോകാൻ ഒന്നും അദ്ദേഹത്തിന് പറ്റില്ല. എല്ലാം ആ കിടക്കയിൽ കിടന്നുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും നടത്തുന്നത്. അങ്ങനെ ആ 3 മാസം ആ കിടക്കയിൽ കിടന്ന കാരണം അദ്ദേഹത്തിന്റെ ഒരു കാല് തളർന്നു പോകാനിടയായി, സ്വാധീനമില്ലാതാക്കുവാനിടയായി. അപ്പൊ ഞാൻ ആലോചിച്ചു, ദൈവമേ, അദ്ദേഹത്തിന് ഒന്ന് നടന്നു പോയി ഒരു ഡയാലിസിസ് ചെയ്യാൻ പോലും പറ്റാത്ത ഒരു വ്യക്തിയായി അദ്ദേഹം മാറിയില്ല ഈ ഒരു 3 മാസം കൊണ്ട്. ഇനി എന്ത് ചെയ്യും? ആ സമയത്ത് എന്നോട് ചർച്ചിൽ നിന്നും പാസ്റ്ററും ദൈവദാസിയും കടന്നു വന്നിട്ട് അവർ രണ്ടുപേരും പറഞ്ഞു, മോളെ, പ്രമോദിന് നിത്യതയിലേക്ക് പോകേണ്ട സമയമായി, നീ പ്രിപ്പയർഡ് ആകണം എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര ഒരു ഷോക്കിംഗ് ന്യൂസ് ആണ് അത്. കാരണം അത്രയും വർഷങ്ങൾ പല രീതിയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. എങ്കിലും അതിൽ നിന്നെല്ലാം ദൈവം ഒരു വിടുതൽ തന്നിട്ടുണ്ട്. എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഞാൻ ദൈവമേ, അദ്ദേഹം ജീവനോടുകൂടി, എന്റെ കുഞ്ഞുങ്ങളുടെ അച്ഛനായിട്ട് അദ്ദേഹം ജീവനോടുകൂടി ഇരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചത്. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്, എന്തും ഞാൻ സഹിക്കാൻ തയ്യാറാണ്. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി എന്റെ ജീവിതത്തെ ഞാൻ ഡെഡിക്കേറ്റഡ് ആക്കി വെച്ചു. അദ്ദേഹത്തിന് ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എങ്കിലും എന്നോട് കണ്ടിന്യൂസ്, മോളെ, നീ ICUലായിരുന്നു അദ്ദേഹം 3 months കിടന്നത്. നീ ചെയ്യുന്ന സമയത്തെല്ലാം നിത്യതയെ കുറിച്ച് നീ പറയണം, വചനങ്ങൾ പറഞ്ഞു കൊടുത്ത് പ്രമോദിനെ ബലപ്പെടുത്തണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് കിട്ടിയ ഒരു ഡ്യൂട്ടി ആയിരുന്നു അത്. ഞാനപ്പോ ഓരോ നിമിഷവും അദ്ദേഹത്തെ കാണാൻ ചെല്ലുമ്പോഴും അദ്ദേഹത്തിന് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഞാൻ ഇതിനെക്കുറിച്ച് പറയാൻ തുടങ്ങും. നമ്മൾ പ്രിപ്പയർഡ് ആകണം. നമ്മുടെ മനസ്സിൽ ആഗ്രഹങ്ങളല്ല, ദൈവം എന്താണോ ദൈവഹിതത്തിന് വേണ്ടി നമ്മളെ തന്നെ കൊടുക്കണം എന്ന് പറയുമ്പോൾ അദ്ദേഹം എന്നോട് പറയും, എന്റെ കുഞ്ഞിന് 5 വയസ്സല്ലേ ആയുള്ളൂ, അവന്റെ കളികൾ ഞാൻ കണ്ടു മതിയായിട്ടില്ല, എനിക്ക് എന്റെ കുഞ്ഞിന്റെ കളികൾ കാണണം, എന്റെ കുഞ്ഞ് എന്നെ പപ്പാന്ന് വിളിക്കുന്നത് എനിക്ക് കേൾക്കണം. കുറച്ചു നാളും കൊണ്ട് ദൈവം എനിക്കൊരു ജീവിതം തന്നിരുന്നു എങ്കിലെന്ന് അദ്ദേഹം എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. എങ്കിലും അദ്ദേഹം പറയുന്ന എല്ലാം അത് കേട്ടിട്ട് അദ്ദേഹം അതിനു വേണ്ടി തയ്യാറെടുക്കുമായിരുന്നു. എങ്കിലും അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു, അദ്ദേഹം ജീവിതത്തിലേക്ക് മടങ്ങി വരുന്ന ഒരു പ്രതീക്ഷയോട് കൂടി അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ വളരെ, ഞങ്ങൾ എല്ലാവരും മാനസികമായിട്ട് തകർന്നിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ദിവസം ഞാനിങ്ങനെ രാവിലെ അദ്ദേഹത്തെ എല്ലാം റെഡി, അദ്ദേഹത്തിന്റെ ഫുഡ് കൊടുത്തിട്ട് പോകാൻ നേരം ഞാനിങ്ങനെ പറഞ്ഞു, ദൈവത്തോട് ഞാനിങ്ങനെ ICUലോട് ഞാനിങ്ങനെ പുറത്തു നോക്കും, ദൈവമേ, അദ്ദേഹത്തിന് മാസ്ക് മാറ്റി ഒന്ന് വാഷ്റൂമിൽ പോകാണ്ടൊക്കെ അദ്ദേഹത്തിന് ശ്വാസം കിട്ടിയിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു എന്ന് ഞങ്ങളുടെ വളരെ ഹൃദയം പൊട്ടി ഞാൻ പുറത്തുനിന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ അന്ന് പോയത്. അന്ന് വൈകിട്ട് വന്നപ്പം മാസ്ക് മാറിയിരിക്കുന്നുണ്ട്, അദ്ദേഹം ശ്വസിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും അദ്ദേഹത്തിന് ശ്വസിക്കും എന്നുള്ള അദ്ദേഹം നോർമൽ സ്റ്റേജിലേക്ക് വന്നു എന്നർത്ഥം. പിന്നെ അദ്ദേഹത്തിന്റെ ഡയാലിസിസ് മാത്രം മതി. അങ്ങനെ ഞാൻ അത്ഭുതപ്പെട്ടു പോയി, ദൈവമേ, ഇത്രയും 3 മാസം ഇങ്ങനെ കടന്നു. പക്ഷെ ഇന്ന് രാവിലെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ വൈകിട്ട് ഞാൻ വന്ന് നോക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഓക്സിജന്റെ മാസ്ക് മാറിയിരിക്കുന്നു, അദ്ദേഹം ശ്വസിക്കാൻ തുടങ്ങി. അതിനുശേഷം 4 ദിവസം ഹോസ്പിറ്റലിൽ കിടക്കണമെന്ന്, പിന്നെ പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്ത് തന്നു. ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം വീണ്ടും അദ്ദേഹത്തിന് ചെറിയൊരു ജലദോഷം വന്നു. ഡോക്ടേഴ്സ് പറഞ്ഞു, നമുക്ക് കോവിഡ് ടെസ്റ്റ് ഒന്ന് നടത്തിയിട്ട് വിടാം എന്തായാലും എന്ന് പറഞ്ഞു. അന്ന് കോവിഡ് ടെസ്റ്റ് ചെയ്ത് നോക്കി, അദ്ദേഹത്തിന് കോവിഡ് പോസിറ്റീവ് ആയിട്ട് മാറി. സഭ എല്ലാം വളരെ പ്രാർത്ഥനയും സന്തോഷത്തിലുമായിരുന്നു. പ്രമോദ് 3 മാസം ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു, അതിൽ നിന്നും പുറത്തു വരുന്നു, ഇന്ന് ഡിസ്ചാർജ് ആകുവാൻ പോകുന്നു. അന്നൊക്കെ സൂം മീറ്റിംഗ് നടക്കുന്ന സമയമാണ്. എല്ലാരും പറഞ്ഞു, പക്ഷേ വീണ്ടും കോവിഡ് പോസിറ്റീവ് ആണെന്ന് ഞങ്ങൾ അറിഞ്ഞു. കോവിഡ് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ നോർമൽ ഡയാലിസിസിന് അവർ സമ്മതിക്കുകയില്ല. കോവിഡ് വാർഡിൽ പോയ ഡയാലിസിസ് നടത്താൻ പറ്റുകയുള്ളൂ. അദ്ദേഹത്തിന് ഡയാലിസിസ് ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. അങ്ങനെ വീണ്ടും ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. പക്ഷേ ഈ കോവിഡ് പോസിറ്റീവ് ആയതിനു ശേഷം ആയെങ്കിൽ പോലും അദ്ദേഹത്തിന് ഒരു ശ്വാസം മുട്ടൽ പിന്നെ വന്നില്ല. പക്ഷെ അതിന്റെ അഡ്വാൻസ് ആയിട്ടുള്ള മറ്റു സ്റ്റേജിലേക്ക് അദ്ദേഹം കടന്നു പോകാനിടയായി. അദ്ദേഹത്തിന് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ലഭിച്ചില്ല. അദ്ദേഹത്തിന്റെ BP ലോ ആകുവാൻ, അന്ന് വരെ ഹൈ ആയിട്ടിരുന്ന BP ലോ ആകുവാൻ തുടങ്ങി. BP ലോ ആയത് കാരണം ഡയാലിസിസ് ചെയ്യുമ്പോഴൊക്കെ വളരെ ക്രിട്ടിക്കലിലേക്ക് പോയി. ഡയാലിസിസ് ചെയ്യുന്ന സമയത്ത് നോർമലിലേക്ക് വേണ്ട BP താഴ്ന്നു പോയിട്ട് അദ്ദേഹം മെന്റലി ഒരു ഡിസോർഡർ പോലെ അദ്ദേഹം പ്രവർത്തിക്കാൻ തുടങ്ങി. ഡോക്ടേഴ്സ് പറഞ്ഞു, ഇതെല്ലാം കോവിഡിന്റെ കോവിഡ് കാരണം ഉണ്ടാകുന്ന ചില പ്രോബ്ലംസ് ആണ് അദ്ദേഹത്തിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ ആലോചിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് ശ്വാസം മുട്ടലില്ല, പിന്നെ എന്തായിരിക്കും? അപ്പോഴല്ലേ ഞാൻ ഡോക്ടർ കോവിഡ് പോസിറ്റീവ് ആണെന്ന് ടെസ്റ്റ് ചെയ്യും. 2-3 പ്രാവശ്യം ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴെല്ലാം കോവിഡ് പോസിറ്റീവ് എന്നാ വരുന്നത്. എന്നാൽ അദ്ദേഹത്തിന് ശ്വാസം മുട്ടൽ മാത്രമില്ല. അങ്ങനെ 13 ദിവസം കടന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ കണ്ടീഷൻസ് ഡേ ബൈ ഡേ ക്രിട്ടിക്കലിലേക്ക് പൊക്കോണ്ടിരുന്നു. ലാസ്റ്റ് ദിവസം ഞങ്ങളെ ആരെയും മനസ്സിലാക്കാത്ത ഒരു സിറ്റുവേഷനിലേക്ക് അത് കടന്നു വന്നു. അദ്ദേഹം ലാസ്റ്റ് 2 ദിവസം സ്തോത്രം ഹാലലുയ എന്നുള്ള 2 വേർഡ് അല്ലാതെ വേറെ ഒന്നും അദ്ദേഹം പറയത്തില്ല. കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ അദ്ദേഹം ബിഹേവ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 13 ദിവസം ആ ഹോസ്പിറ്റലിൽ കിടന്നു. 13ാമത്തെ ദിവസം അദ്ദേഹത്തിന്റെ ശരീരം ടോട്ടലി ഫുള്ളി അദ്ദേഹം തളർന്ന് ഒരു പാരാലിസിസ് പോലെ തളർന്നു പോകുവാനിടയായി. അങ്ങനെ ആ ദിവസം
ദിവസം അദ്ദേഹം ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടു. അങ്ങനെ ഞങ്ങൾക്ക് വളരെയധികം ആ സമയം കൊണ്ട് തന്നെ ഞാൻ മെന്റലി പ്രിപ്പയർഡ് ആയിരുന്നു. കാരണം എന്ത് വന്നു കഴിഞ്ഞാലും അത് ദൈവത്തിന്റെ ഹിതമാണ് എന്റെ ജീവിതത്തിൽ നടക്കുന്നത്. ഈ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് കഴിഞ്ഞുള്ള ഒരു ജീവിതമാണ് ഞങ്ങൾക്ക്. ഞാൻ അന്ന് അതിന് മുമ്പ് ഞാൻ പറഞ്ഞത് എന്റെ ഹസ്ബൻഡ് ഒരു ആത്മാർത്ഥത ഒന്നും ഇല്ലായിരുന്നു. എന്നാൽ അദ്ദേഹം ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലെ ചിന്തകൾ മാറാൻ തുടങ്ങി. ദൈവം അദ്ദേഹത്തിനെ മാറ്റി നല്ലൊരു കുടുംബസ്ഥനായിട്ട്, നല്ലൊരു ഭർത്താവായിട്ട്, കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു പിതാവായിട്ട് ആ കുറെ വർഷം ദൈവം ഞങ്ങൾക്ക് ദാനമായിട്ട്, ഞങ്ങൾ ഒത്തിരി സ്ട്രഗിൾസ് കൂടി കടന്നു പോകുന്നു, ഒത്തിരി ഫിനാൻഷ്യൽ പ്രോബ്ലത്തിൽ കൂടി ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. എങ്കിലും ആ പ്രോബ്ലത്തിന്റെ മധ്യത്തിലും ഞങ്ങൾക്കൊരു വലിയ സമാധാനം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഈ ദൈവത്തെ ഞങ്ങൾ അറിഞ്ഞത് കൊണ്ട് മാത്രമായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ആ സമയത്തൊക്കെയും അദ്ദേഹം ഞങ്ങളെ വിട്ട് കടന്നുപോയി. പെട്ടെന്നൊരു ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിൽ കൂടി കടന്നുപോയി. എങ്കിലും ഞാൻ ആ സമയത്തൊക്കെ എന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അവരൊക്കെ ഹിന്ദു വിശ്വാസികളാണ്. ഹസ്ബൻഡ് ഈ പ്രോബ്ലം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ എത്ര പറഞ്ഞാലും അവർ വിശ്വാസത്തിലേക്ക് കടന്നു വരത്തില്ല. അവർ ഹിന്ദു വിശ്വാസികളായിരുന്നു. അപ്പൊ ഞാൻ ദൈവമേ, ഞാൻ ഇനി എന്ത് പറഞ്ഞാണ് എന്റെ മാതാപിതാക്കളെ അല്ലെങ്കിൽ എന്റെ കുടുംബത്തെ വിശ്വാസത്തിലേക്ക് ഒന്ന് കൊണ്ടുവരുന്നത് ഞാൻ ആലോചിച്ചു. എനിക്കിനി ഒന്നും പറയാനില്ല. എന്റെ ഹസ്ബൻഡ് ഇത് മൂലം മരിച്ചുപോയി. അവര് വിചാരിക്കുക അവൾ ഇത്രയൊക്കെ അവള് പോയി വിശ്വാസത്തിൽ പോയിട്ട് അവൾക്ക് അവിടെ ഹസ്ബൻഡിനെ കിട്ടിയില്ല. പക്ഷെ ദൈവത്തിന്റെ ഹിതം എന്തെന്ന് അവർ അറിയുന്നില്ലല്ലോ, ദൈവം ആരെന്ന് അവർ അറിയില്ല എന്ന് വെച്ചു. പക്ഷെ ദൈവം അത്ഭുതം വീണ്ടും ചെയ്തു. ആ ഒരു ഇയറിൽ തന്നെ എന്റെ മാതാപിതാക്കൾ, എന്റെ സഹോദരൻ ഉൾപ്പെടെ എല്ലാവരും വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനിടയായി. ഒരു സാക്ഷ്യം ഒന്നുമില്ലാതെ എന്റെ ജീവിതം അവർ കണ്ടു. ഞാൻ അവരോട് പറഞ്ഞു, മമ്മി നിങ്ങൾ ഇതൊന്നും അല്ല കാണേണ്ടത്, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചു. കാരണം എന്റെ വീട്ടുകാർ വളരെ വലിയ പ്രോബ്ലത്തിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത്. എന്റെ വീട്ടുകാർ, എന്റെ കുടുംബം മൊത്തം ആ ഒരു 2021 തന്നെ അവർ രക്ഷിക്കപ്പെടുവാനും അവർ സ്നാനപ്പെടുവാനും ഇടയായിത്തീർന്നു. ദൈവത്തിന് അത്ഭുതം ചെയ്യുവാനായിട്ട് കുറച്ച് സമയം മാത്രം മതി. അങ്ങനെ എന്റെ വീട്ടുകാര്, എന്റെ മമ്മി ഇപ്പൊ എപ്പോഴും 24 hours പ്രാർത്ഥനയും ബൈബിളുമായിട്ട് ഇരിക്കുന്ന ഒരു മാതാവിനെയും പിതാവിനെയും ദൈവം എനിക്ക് ദാനമായി തന്നു. എനിക്ക് 2020 എന്റെ ഹസ്ബൻഡിനെ നഷ്ടപ്പെട്ടെങ്കിലും എനിക്ക് 3 ആത്മാക്കളെ എനിക്ക് നേടുവാൻ സാധിച്ചു. അതാണ് എന്റെ ഏറ്റവും വലിയൊരു സാക്ഷ്യം. അതാണ് ദൈവം അടക്കം ഒത്തിരി ബലപ്പെടുത്തി നിർത്തി. എന്റെ സഭ എന്റെ കൂടെ, മോളെ നീ ബലപ്പെട്ട് നിൽക്കണം, നീ കരയരുത്, നീ തളർന്നു പോകരുത്, ദൈവഹിതം എന്തെന്നോ അതിനെ മാനിച്ചു നിൽക്കണം എന്ന് എന്റെ സഭ എന്റെ കൂടെ നിന്നു. അവരായിരുന്നു എനിക്കൊരു ബാക്ക് ബോൺ. മരിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് ഭയങ്കര വിഷമമായിരുന്നു. അദ്ദേഹത്തിന് ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നൊരു ഭയങ്കര ഒരു വിഷമമായിരുന്നു. അദ്ദേഹം ആ സമയത്തൊക്കെ ദൈവദാസനും ദൈവമേ, എന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു വീട് പോലും ഇല്ല, ഞങ്ങളൊരു വാടക വീട്ടിലാണല്ലോ കഴിയുന്നത് എന്ന് പറഞ്ഞ് കരഞ്ഞ് ദൈവദാസനും ദാസിയോടൊക്കെ പറയും എനിക്കൊന്നും അവർക്ക് വേണ്ടി നേടിക്കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനപ്പോ എന്റെ ഹസ്ബൻഡോട് പറയും, ദൈവമേ, നമുക്ക് ദൈവത്തെ അറിഞ്ഞതാണ് നമുക്ക് ഏറ്റവും വലുത്, അതിനപ്പുറമായിട്ട് നമുക്ക് ഒന്നുമില്ല, നമുക്ക് കിട്ടുന്ന മനസ്സമാധാനത്തിന് അപ്പുറമായിട്ട് നമുക്കൊന്നുമില്ല, നമുക്കൊന്നും വേണ്ട. ദൈവം തക്ക സമയത്ത് നമുക്ക് എല്ലാം ചെയ്തു തരുന്ന ദൈവമായതുകൊണ്ട് ദൈവം എല്ലാം ചെയ്തു തരുമല്ലോ. അങ്ങനെ ഹസ്ബൻഡ് അതിൽ മാത്രമായിരുന്നു സന്തോഷം. എന്നാൽ ഹസ്ബൻഡ് മരിക്കുന്നതിന് മുമ്പ് എന്റെ സഭയിലെ ദേവദാസനും ദാസിയും ഒരു വാക്ക് കൊടുത്തു, സഭയായിട്ട് നിങ്ങൾക്കൊരു വീട് തരും പ്രമോദ, നീ അതിൽ വിഷമിക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ 2023 സഭയായിട്ട് ഞങ്ങൾക്കൊരു വീട് വാങ്ങിച്ചു തരുവാനിടയായി. അങ്ങനെ ഹൈദരാബാദിൽ ഞാനിപ്പോൾ താമസിക്കുന്നത് സ്വന്തമായ ഒരു ഭവനത്തിലാണ്. അതിന് കാരണം എന്റെ സഭയാണ്. പക്ഷെ ആ സഭയ്ക്ക് ചെയ്യുന്നതിനൊക്കെ ഒത്തിരി പരിധികളുണ്ട്. അവരെന്നോട് പറഞ്ഞു, ശരിക്കും ഒരു ഹൈദരാബാദിൽ ഒരു വീട് വേണമെങ്കിൽ അതിന് വളരെയധികം ചെലവാകും. അങ്ങനെ എന്റെ സാലറി മുഖാന്തരം ഞാൻ ഹാഫ് എമൗണ്ട് അവർ തരികയും ഹാഫ് എമൗണ്ട് എന്റെ സാലറിയിൽ നിന്ന് ലോൺ എടുക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങളൊരു വീട് മേടിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന സാക്ഷ്യം പറയുന്നത് എന്റെ സ്വന്തമായ ഒരു ഭവനത്തിലാണ്. ഞാൻ അന്ന് വാടക വീട്ടിൽ താമസിക്കുമ്പോൾ എനിക്ക് വാടക കൊടുക്കാൻ കഴിവില്ലായിരുന്നു. ഞാൻ ഓരോ ദിവസം വാടക കൊടുക്കും, ദൈവമേ എനിക്ക് നാളെ മുതൽ അടുത്ത മാസങ്ങളിൽ വാടക കൊടുക്കാൻ എന്നെ അനുവദിക്കരുത്, എനിക്ക് സ്വന്തമായിട്ടൊരു വീട് ദൈവം തരണേ എന്ന് പറയും. കാരണം PG വർഗീസ് അങ്ങനെ പ്രസംഗം കേട്ടിട്ടുണ്ട്. ഞങ്ങൾ അന്ന് താമസിച്ചൊരു 1 bedroom കിച്ചണിലായിരുന്നു. ഞങ്ങൾ പറയും, എന്നോട് പറയാം, നിങ്ങൾക്കൊരു 1 bedroom ഉള്ള വീട് ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഡബിൾ ബെഡ്റൂമിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയും. ഒന്നുമില്ല, എനിക്കൊന്നുമില്ലാത്ത അവസ്ഥ ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് ഇന്ന ബെഡ്റൂമുള്ള ഇത്ര റൂമുള്ള എനിക്കൊരു വീട് എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ കൃപയാൽ എനിക്കത് കിട്ടി. ഇതാണ് എന്റെ സാക്ഷ്യം. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ചെറിയ സമയത്തിനുള്ളിൽ എനിക്ക് അതെല്ലാം പറഞ്ഞു തീർക്കാൻ പറ്റുന്നില്ല. അത്രത്തോളം അത്ഭുതങ്ങൾ എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തിട്ടുണ്ട്. എന്റെ ജോലിയിൽ എന്നെ ദൈവം മാനിച്ച ഒരു ദൈവമുണ്ട്. ഒത്തിരി പേര് ഇപ്പോഴും പലരും വിശ്വാസത്തിലായതുകൊണ്ട് തന്നെ ഞാൻ എന്റെ കമ്പനിയിൽ നിന്നൊക്കെ ഒത്തിരി പ്രോബ്ലംസ് നേരിടുന്നുണ്ട്. എന്നെ അപമാനിക്കുന്നവരുണ്ട്. എങ്കിലും അവിടെയൊക്കെ മുമ്പിലൊക്കെ ബലപ്പെട്ട് നിർത്തുവാൻ തക്കവണ്ണം കർത്താവാണ് എന്നെ സഹായിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. എനിക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. എന്റെ സാക്ഷ്യം ഞാൻ നിർത്തുകയാണ്. എനിക്ക് ഇത്രത്തോളം സമയം സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം ഈ ഒരു അവസരം തന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ പ്രത്യേക ഒരു പ്രാർത്ഥന വിഷയമുണ്ട്. എന്റെ മകളുടെ കാര്യം +2 കഴിഞ്ഞ് നിൽക്കുകയാണ്. എന്റെ മകൾ അവൾക്ക് ഇനിയും നെക്സ്റ്റ് അഡ്മിഷന് വേണ്ടി പോകണമെങ്കിൽ ഞങ്ങൾക്ക് ഒരു സാധ്യതയുമോ ഒന്നുമില്ല. ദൈവം ഒരു അത്ഭുതം ചെയ്തെങ്കിൽ മാത്രം
മാത്രമേ പറ്റത്തുള്ളൂ. പ്രാർത്ഥന അല്ലാതെ മറ്റൊന്നുമില്ല ഞങ്ങളുടെ ആശ്രയം. ഞങ്ങൾ അതിൽ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നു. ഒത്തിരി ഫിനാൻഷ്യൽ പ്രോബ്ലംസ് കൂടി കടന്നു പോകുന്നുണ്ട്. എങ്കിലും ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അറിഞ്ഞ് ചെയ്യുന്ന ദൈവമാണ് ഞങ്ങളോട് നിൽക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നു ദൈവം ഒരു യെരിഹോ മതിലിനെ തകർത്ത ദൈവം, ഹല്ലേലൂയ, ജോർദാനിൽ വൻ കടലിൽ നിന്നും ദൈവം ഒരു വഴി തുറന്ന് തന്നിട്ടുണ്ടെങ്കിൽ ആ ദൈവം എനിക്കൊരു വഴി തുറന്നു തരുമെന്നുള്ള വിശ്വാസത്തിൽ കൂടി മാത്രമാണ് ഞാൻ കടന്നു പോകുന്നത്. എന്റെ മുമ്പിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുക എന്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമാണ്. എനിക്ക് എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നു. എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥന ഭയങ്കര അത്യാവശ്യമാണ്. കാരണം എന്റെ കുഞ്ഞിന്റെ അഡ്മിഷനൊക്കെ ഒരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. എനിക്കതിൽ എന്ത് തീരുമാനം എടുക്കണമെന്ന് പോലും അറിയത്തില്ല. ദൈവത്തോടല്ലാതെ വേറെ ആരോടും അതിനൊരു അഡ്വൈസ് ചോദിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ നിൽക്കുകയാണ്. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന എനിക്ക് വേണം. എന്റെ ഒരു സാക്ഷ്യം ഇത്രത്തോളം സമയം പറയുവാൻ തക്കവണ്ണം തന്നിരിക്കുന്ന ഈ ഒരു സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. എനിക്ക് ഈ ഒരു അവസരം തന്ന ഈ ഒരു കൂട്ടായ്മയെ ഓർത്ത് നന്ദി പറയുന്നു. സ്തോത്രം.